വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫീനിക്സ് റൈസസ് എന്ന ചാപ്റ്ററാണ്. ഇത് എഴുതിയിട്ടുള്ളത് ട്വിങ്കിൾ ഖന്ന എന്ന ഒരു ബോളിവുഡ് ആക്ട്രസ് ആണ്. ഇവരൊരു സിനിമാ നടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ അഭിനയിക്കുന്നില്ല. പിന്നെ മാത്രമല്ല നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആക്ടറാണ് അക്ഷയ് കുമാർ ഹിന്ദിയിലല്ലേ. സോ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ട്വിങ്കിൾ ഖന്ന. അവർ മുമ്പ് അഭിനയിച്ചിരുന്നു, ഇപ്പോൾ പ്രൊഡ്യൂസറൊക്കെയാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളൊരു പക്ഷേ സിനിമ കണ്ടിട്ടുണ്ടാവും, ഹിന്ദിയിലെ പാഡ്മാൻ. അതിൽ അക്ഷയ് കുമാർ തന്നെയാണ് അതിൻ്റെ ഹീറോ, പാഡ്മാൻ. ആ സിനിമ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അക്ഷയ് കുമാറിൻ്റെ ഭാര്യയായിട്ടുള്ള, അതേപോലെ തന്നെ നമ്മുടെ ഈ കഥ എഴുതിയിട്ടുള്ള ട്വിങ്കിൾ ഖന്ന, ഈ ഒരു ആക്ട്രസ് തന്നെയാണ് കേട്ടോ. പിന്നെ ശരിക്കും നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്റർ ഇത് ആക്ച്വലി ഒരു ചെറിയ മാറ്റം വരുത്തിയാണ്, അഡാപ്റ്റ് ചെയ്തതാണ് മറ്റൊരു കഥയിൽ നിന്ന്, എ സാനിറ്ററി മാൻ ഫ്രം എ സാനിറ്ററി ലാൻഡ് എന്ന് പറയുന്ന ഒരു കഥയിൽ നിന്ന്. സോ ആ ഒരു കഥയാണ് ശരിക്കും എന്താണ് ഇത് സിനിമയാക്കുന്നത്, പാഡ്മാൻ എന്ന്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് വരാം. എ ഫീനിക്സ് റൈസസ് ബൈ ട്വിങ്കിൾ ഖന്ന. ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുന്നു. ശ്രീകാന്ത് ബൊല്ലാസേസ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ചാപ്റ്ററില്ലേ, അതിലെ ശ്രീകാന്ത് പോലെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ആ ഒരു ചാപ്റ്ററായിട്ട് നല്ല ബന്ധമുണ്ട് കേട്ടോ. ഈ ചാപ്റ്റർ രണ്ടും സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് പറയുകയാണ്. ഓൺട്രപ്രണർഷിപ്പ് നമ്മളൊക്കെ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അതിനർത്ഥം സംരംഭകത്വം. അതായത് എന്താണ് ഈ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? സംരംഭകത്വം എന്ന് പറഞ്ഞാൽ വെറുതെ ലാഭത്തിന് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ. ഈ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ്സോ ഏർപ്പാടോ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാവണം, ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണം കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു നന്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടെ അതിൽ വരണം. ലാഭം എടുക്കാം, പക്ഷെ അതോടൊപ്പം തന്നെ ഇങ്ങനൊരു ഉദ്ദേശം കൂടെ വരുമ്പോഴാണത് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ആവുക. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുന്നു. ശ്രീകാന്ത് ബൊല്ല സെസ്, ദ വേൾഡ് മേ ലുക്ക് അറ്റ് യു ആൻഡ് സേ യു ക്യാൻ നോട്ട് ഡു ഇറ്റ്. ലോകം നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾക്കതിന് കഴിയില്ല. ശ്രീകാന്ത് ബൊല്ല അദ്ദേഹം എന്തായിരുന്നു, ബ്ലൈൻഡ് ആയിരുന്നു, അതിന് കാഴ്ച ഉണ്ടായിരുന്നില്ല. സോ ലോകം നിങ്ങളെ നോക്കി പറഞ്ഞേക്കാം നിങ്ങൾക്ക് കഴിയില്ല എന്ന്. പക്ഷേ അയാൾ പറയാണ്, ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ ഐ ക്യാൻ ഡു എനിത്തിങ്. ലോകത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയണം എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. അതൊരു കോൺഫിഡൻസ് ആണ് അല്ലേ. നിങ്ങൾക്ക് കഴിവില്ല എന്ന് ലോകം പറയുമ്പോൾ എനിക്ക് കഴിവുണ്ട് എന്ന് തിരിച്ച് പറയാൻ കഴിയണം എന്നാണ് പറയുന്നത്. ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണത് ശ്രീകാന്ത് പോലെയുടെ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് വേർഡ്സ്. ഈ വാക്കിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതന്നെയാണ് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇനി ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് അനദർ യങ് മാൻ ഹു ദോ ഐസൊലേറ്റഡ് ബൈ സൊസൈറ്റി. ഐസൊലേറ്റഡ് മീൻസ് ഒറ്റപ്പെട്ടു, ബൈ സൊസൈറ്റി സമൂഹത്താൽ. സമൂഹം മുഴുവനും ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. ആരെയാണ്? നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കഥയിലെ കഥാപാത്രത്തെ. സ്റ്റിൽ ബിക്കെയിം എൻ ഐക്കൺ ഓഫ് പെർസിവറൻസ്. ഐക്കൺ മീൻസ് ഹിയർ സിമ്പിൾ എന്നാണ് കേട്ടോ. പെർസിവറൻസ് ഈ വേർഡ് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ്. പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻസ് ഇൻ ഡൂയിങ് സംതിങ് ഡിസ്പൈറ്റ് ഡിഫിക്കൽറ്റി. ബുദ്ധിമുട്ട് ഉണ്ടായിട്ടും നമ്മൾ സ്ഥിരതയോടെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പെർസിവറൻസ്. അപ്പോൾ തോൽവിയും പ്രയാസവും ബുദ്ധിമുട്ടും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അത് നമ്മൾ എന്ത് വിളിക്കുക? പെർസിവറൻസ് എന്ന് വിളിക്കുക. ഓക്കെ, സോ അതായത് നമ്മുടെ ഈ കഥയിലെ മെയിൻ കഥാപാത്രം, അപ്പോൾ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിലെ കഥാപാത്രത്തിൻ്റെ പേര് ബബ്ലു കേവത്ത് എന്നാണ് കേട്ടോ. ഈ കഥാപാത്രത്തിൻ്റെ പേര് ബബ്ലു കേവത്ത്, അത് ഓർത്തിരിക്കുക, ബബ്ലു കേവത്ത്. സോ ഈ കഥാപാത്രം സമൂഹം ഈ കഥാപാത്രത്തെ ഒറ്റപ്പെടുത്തി, എന്നിട്ടും പെർസിവറൻസിൻ്റെ സിമ്പിളായിട്ട് ഇദ്ദേഹം മാറി. അതുപോലെ തന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഐക്കൺ സിമ്പിളായിട്ട് ഇദ്ദേഹം മാറി. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ഹിം. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കഥയിൽ ബബ്ലു കേവത്ത് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് എങ്കിൽ പോലും യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥയാണത്. ആ വ്യക്തിയുടെ പേര് അരുണാചലം മുരുകാനന്ദം എന്നാണ്. എന്താണ്? അരുണാചലം മുരുകാനന്ദം. അദ്ദേഹം തമിഴ്നാട്ടുകാരനായിരുന്നു. അപ്പോൾ സിനിമയിൽ ഇനി മറ്റൊരു പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവേണ്ട. നമുക്ക് ചാപ്റ്ററിലുള്ള ഈ ബബ്ലു കേവത്താണ് നമ്മൾ ശരിക്കും ഓർത്തിരിക്കേണ്ടത്, ബബ്ലു കേവത്ത്. അതുപോലെ തന്നെ അരുണാചലം മുരുകാനന്ദം എന്ന പേരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിൽ ബേസ് ചെയ്തുകൊണ്ട് വല്ല ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനൊക്കെ എഴുതാനൊക്കെ പറഞ്ഞാൽ അയ്യോ ഇതാരാണ് എന്ന് ഒറ്റയടിക്ക് കൺഫ്യൂഷൻ ആവേണ്ട. അരുണാചലം മുരുകാനന്ദമാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ
സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഈ സാനിറ്ററി പാഡ് ഉണ്ടല്ലോ, ഈ മെൻസ്ട്രുവേഷൻ സമയത്ത്, ആർത്തവത്തിൻ്റെ സമയത്ത് ഇവരുപയോഗിക്കുന്ന ഈ പാഡ് സ്വയം നിർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചു, അതിൽ വിജയിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു. അതായത് വളരെ കോസ്റ്റ്ലിയാണ്, വളരെ സാധാരണക്കാരായ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടമൊക്കെ അങ്ങനെ തന്നെയാണ്. ആൾക്കാർ, സ്ത്രീകളൊക്കെ വളരെ എന്താണ് പറയുക, അവർക്ക് ഇങ്ങനെ സാനിറ്ററി പാഡ് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. പകരം റാഗ്, പഴയ കീറിയ ക്ലോത്ത് മാത്രമായിരുന്നു വെച്ചിരുന്നത്, സ്ത്രീകൾ അവർ ഉപയോഗിച്ചിരുന്നത്. സോ അവരെ സഹായിക്കുക, സ്വന്തം ഭാര്യയെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ് ആദ്യം ഇദ്ദേഹം അത് ആരംഭിച്ചത്, ഇത് ഉണ്ടാക്കാൻ. പിന്നെ പതുക്കെ ഗ്രാമത്തിലെ മറ്റു സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കാനും കുറഞ്ഞ ചിലവിൽ ഇത് അവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ടും. അതാണ് നേരത്തെ പറഞ്ഞു സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന്. സോ അദ്ദേഹം അങ്ങനെയൊക്കെയാണത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഇത് പരാജയപ്പെട്ടു, വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. ആ സിനിമ ഭയങ്കര ഹിറ്റാണ് കേട്ടോ, പാഡ്മാൻ എന്ന് പറയുന്ന സിനിമ. സോ ഇദ്ദേഹം ഇവിടെ ബബ്ലു കേവത്ത് എന്ന കഥാപാത്രം, നമ്മുടെ കഥയിലെ ബബ്ലു കേവത്ത് യഥാർത്ഥത്തിൽ അരുണാചലം മുരുകാനന്ദൻ കേട്ടോ. സോ ഇവിടെ ബബ്ലു കേവത്ത് ഒരുപാട് പരിശ്രമിച്ചു. ആദ്യം കുടുംബവും പിന്നെ സമൂഹവും ആദ്യം തന്നെ, അതായത് എല്ലാവരും ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. പക്ഷേ അവസാനം എന്താണ്, തിരിച്ചറിഞ്ഞു, ഒരുപാട് കഷ്ടപ്പാട്ടോടെ പോകുന്നത്. ഇനി സിനിമയിലുള്ള അതേപോലെ അല്ല കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ആ സിനിമ കണ്ട ആൾക്കാരാണെങ്കിൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവില്ല. അതിലുള്ള റൊമാൻസും കാര്യങ്ങളൊന്നും ഒന്നും ഇതിലുണ്ടാവില്ല. അതേപോലെ തന്നെ ഇത് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. എ ഫീനിക്സ് റൈസസ്, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ എന്തുകൊണ്ട് ഈ പേരിട്ടത്? ഫീനിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബേർഡാണ്, ഒരു ഇമാജിനറി മിത്തിക്കൽ ബേർഡ്. ഇമാജിനറി ബേർഡാണ്, മിത്തിക്കൽ ബേർഡാണ്. മിത്തിൽ മാത്രമേ ഉള്ളൂ, കിട്ടുകയതല്ലേ ഉള്ളൂ, യഥാർത്ഥത്തിൽ ഇല്ല. എന്താണ് ഈ ബേർഡിൻ്റെ പ്രത്യേകത? 500-600 വർഷം ജീവിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ബേർഡ് ഇല്ല കേട്ടോ, ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. അവർ ഈ മിത്തിൽ വിശ്വാസപ്രകാരം എന്താണ്, ഒറ്റൊന്നേ ഉള്ളൂ. 500-600 വർഷം ജീവിക്കും. ശേഷം ഇതെന്ത് ചെയ്യും? സ്വയം കത്തിപ്പോകുമെന്നാണ്. എന്നിട്ട് അതിൻ്റെ ആഷ്, ചാരത്തിൽ നിന്നും അത് വീണ്ടും കൂടുതൽ ശക്തി ആർജിച്ച് ഉയരും. അപ്പോൾ ഇതിങ്ങനെ വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ തുടരും. ഇതാണ് ഫീനിക്സ് ബേർഡ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചാരമായി പോകുമ്പോൾ നമ്മൾ തീർന്നു ഇല്ല, അത് വീണ്ടും കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകും. ചാരത്തിൽ നിന്ന് ഉയർന്നേറ്റ് പറക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ എന്ന് പ്രയോഗമുണ്ട് പല കഥകളിലോ മറ്റു പ്രയോഗങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എഴുത്തുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതാണ് ഇത്. അപ്പോൾ ഇവിടെ യഥാർത്ഥ ഫീനിക്സ് ആരാണ്? നമ്മുടെ ബബ്ലു കേവത്ത. ഒരുപാട് ആൾക്കാരെ കുറ്റപ്പെടുത്തലും പരിഹാസവും സ്വന്തം ഫാമിലി വരെ ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടും അയാളുടെ പെർസിവറൻസ്, അതിലൂടെ അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. കഥയിലേക്ക് വരാം. ബബ്ലു കേവത്ത് ഹാഡ് ബീൻ എൻ ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻറ്റ് അറ്റ് ബെസ്റ്റ്. ബബ്ലു കേവത്ത് എന്ന് പറയുന്നത് അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഒരു ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ എ സ്റ്റുഡൻറ്റ് ഹൂ ലാക്സ് ഇൻട്രസ്റ്റ് ആൻഡ് എൻത്യൂസിയാസം. ഒരു ആവേശമില്ലാത്ത ഒരു തണുപ്പൻ സ്റ്റുഡൻറ്റ്. അറ്റ് ബെസ്റ്റ് ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ അത് ഒരു എണ്ണം പറഞ്ഞ ഒരു ഒരു ആവേശമില്ലാത്ത, ഒരു താല്പര്യമില്ലാത്ത അത്ര ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഇദ്ദേഹം ചെറുപ്പത്തിൽ. ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് ഹിസ് സയൻസ് ടീച്ചർ മിസ്സിസ് ഷർമ ആൻഡ് ദ എഗ് ഇൻക്യുബേറ്റർ ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് അണ്ടർ ഹെർ സൂപ്പർവിഷൻ. സോ ഇദ്ദേഹം ഓർക്കുന്നുണ്ട് ഇദ്ദേഹത്തെ പഠിപ്പിച്ച മിസ്സിസ് ഷർമ. മിസ്സിസ് ഷർമ ഇവരുടെ സയൻസ് ടീച്ചറായിരുന്നു. ഈ ടീച്ചറുടെ സൂപ്പർവിഷൻ, മേൽനോട്ടത്തിൽ ഇവൻ ചെറുപ്പത്തിൽ ഒരു എഗ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എന്താണ് എഗ് ഇൻക്യുബേറ്റർ? അതൊരു മെഷീനാണ് ദാറ്റ് ക്രിയേറ്റ്സ് ദ പെർഫെക്റ്റ് കണ്ടീഷൻസ് ഫോർ എൻ എഗ് ടു ഇൻക്യുബേറ്റ് ആൻഡ് ഹാച്ച്. അതായത് ഒരു പക്ഷി ശരിക്ക്, അത് കോഴിയൊക്കെ എന്താണ്, അത് അടയിരിക്കും അല്ലേ, എന്നിട്ടത് വിരിയും, ഹാച്ച് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല, ഈ ഇൻക്യുബേറ്ററിൽ വെച്ചാൽ, മുട്ട വെച്ചാൽ അത് വിരിയും. അതാണ്. സോ അത് ഉണ്ടാക്കിയിട്ടുണ്ട് മിസ്സസ് ശർമ്മയുടെ സൂപ്പർവിഷനിൽ. ബട്ട് when Bablu's father died, leaving his mother struggling to support her small family, he dropped out of school to get a job and help her out. എന്താ പറഞ്ഞത്? But when Bablu's father died, ബബ്ലുയുടെ അച്ഛൻ മരിച്ചപ്പോൾ, അതായത് ബബ്ലു കേവത്തിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ, leaving his mother struggling to support her family, a small family. സോ ഇവിടെ അമ്മ സ്ട്രഗിൾ ചെയ്തു എന്നാണ്. അച്ഛൻ മരിച്ചപ്പോൾ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ അമ്മയുടെ തലയിലായി. ഈ കൊച്ചു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ചുമതല അമ്മക്കായി. അപ്പോൾ പിന്നെ ഇവനും കൂടെ സഹായിക്കേണ്ടി വന്നു. അപ്പോൾ വൻ പഠനം നിർത്തി. ഹി ഡ്രോപ്ഡ് ഔട്ട്, എലിമിനേറ്റ്, അവസാനിപ്പിച്ചു. ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ നിർത്തി. ടു ഗെറ്റ് എ ജോബ് ആൻഡ് ഹെൽപ്പ് ഹർ ഔട്ട്, അമ്മയെ സഹായിക്കാൻ ജോലിക്ക് പോയി.
എന്നിട്ടോ ഹി ജോയിൻഡ് എ വർക്ക്ഷോപ്പ് ആസ് എ ബസ് ബോയ്. വർക്ക്ഷോപ്പിൽ ഒരു ബസ് ബോയ് ആയിട്ടാണ് ഇവൻ ജോയിൻ ചെയ്തത്. സോ ബസ് ബോയ് എന്ന് പറഞ്ഞാൽ മീനിങ് നോക്കണേ, എ യങ് മാൻ ഹു ക്ലിയേഴ്സ് ടേബിൾസ് ഇൻ എ റെസ്റ്റോറൻറ്റ് ഓർ കഫേ. കഫേയിൽ, കഫ്തീരിയ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ ടേബിളൊക്കെ ക്ലീൻ ആക്കുന്ന ബോയ് ഉണ്ടല്ലോ, ഏറ്റവും ചെറിയ ജോലിയാണ്, അതാണ് ബസ് ബോയ്. ബസ്സായിട്ട് ബന്ധമല്ല കേട്ടോ ഇവിടെ. സോ അങ്ങനെ വർക്ക്ഷോപ്പിൽ അങ്ങനെ ഒരു ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഗെറ്റിംഗ് ടീ ഫോർ ദ ഓണർ, മെയിനായിട്ട് ഓണർക്ക് ടീ ഒക്കെ കൊടുക്കുക, അതായിരുന്നു. ഇനി ഹി സ്ലോലി വർക്ക്ഡ് ഹിസ് വേ അപ്പ് ടു ബിക്കമിങ് എ വെൽഡർ. അങ്ങനെ പതുക്കെ, ഇവൻ കഴിവുള്ളവനാണല്ലോ, കാരണം അറിയാം ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു അല്ലേ. സോ അങ്ങനെ ഇവൻ എന്താണ് പതുക്കെ വെൽഡറായി, വെൽഡിംഗ് ഒക്കെ പഠിച്ചു. പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ, വെൽഡ് ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട്. ഗ്രാജുവലി ഹി ടുക്ക് ഓവർ ദ മോർട്ട്ഗേജ് ഓഫ് ദ വർക്ക്ഷോപ്പ്. അതായത് പതുക്കെ ഹി ടുക്ക് ഓവർ മീൻസ് ടുക്ക് കൺട്രോൾ, അതായത് ആ കൺട്രോൾ കൈക്കലാക്കിയതാണ്. ദ മോർട്ട്ഗേജ്, പണയം, ഓഫ് ദ വർക്ക്ഷോപ്പ്. അതായത് ഈ വർക്ക്ഷോപ്പ് പതുക്കെ എന്താണ് അവൻ്റേതാക്കി എന്നുള്ളതാണ്. എങ്ങനെ, അപ്പോൾ അതൊരു കൃത്യമായിട്ട് ഇവിടെ പറയുന്നില്ല ഏത് അർത്ഥത്തിലാണെന്നുള്ളത്. ഒരു പക്ഷേ പിന്നെ ഇദ്ദേഹം മുതലാളിക്ക് പൈസ കൊടുത്തിട്ട് പതുക്കെ എന്താണ് വർക്ക്ഷോപ്പ് ഇദ്ദേഹത്തിൻ്റെതാക്കിയിട്ടുണ്ടാവും, ഇവൻ്റെതാക്കിയിട്ടുണ്ടാകും. അതിൽ മറ്റേതെങ്കിലും രീതിയിൽ എന്താ പറയുക, മുതലാളി അത് വേറൊരാൾക്ക് എന്താണ് പറയുക പൈസ കൊടുക്കാനുള്ളതോ അങ്ങനെ അവരായിട്ടുള്ള ഇടപാടിലോ എങ്ങനെയോ ഇദ്ദേഹം എന്താണ് പതുക്കെ പൈസ നൽകിയിട്ട് ആ വർക്ക്ഷോപ്പ് തൻ്റേതാക്കി എന്നുള്ളതാണ്. അതായത് ന്യായമായ രീതിയിലാണ് കേട്ടോ, പൈസ കൊടുത്തിട്ടാണ് അത് കൈക്കലാക്കിയിട്ടുള്ളത്. ഇനി ആഫ്റ്റർ ദാറ്റ് ഹി റാൻ ദ ബിസിനസ് ഹിംസെൽഫ്, ഗ്രോയിങ് ഇറ്റ് സ്റ്റഡിലി. അപ്പോൾ അങ്ങനെ വർക്ക്ഷോപ്പ് അവിടെ ഒരു ബസ് ബോയ് ആയി തുടങ്ങി, വെൽഡറായി, പതുക്കെ പൈസ കൊടുത്ത് അത് തൻ്റേതാക്കി. ഇനി അവിടെ ബിസിനസ് തുടങ്ങി, അതങ്ങനെ സ്റ്റഡി ആയിട്ട് വളർന്നു. ഇനി ബബ്ലു ആൻഡ് ഗൗരി ഹാഡ് ആൻ അറേഞ്ച്ഡ് മാരേജ്. അങ്ങനെ വിവാഹം കഴിച്ചു കേട്ടോ. ബബ്ലുവിൻ്റെ ഭാര്യയുടെ പേരാണ് ഗൗരി. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ആഫ്റ്റർ മീറ്റിംഗ് ജസ്റ്റ് വൺസ് ബ്രീഫ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് ദെയർ ഫാമിലീസ്. അപ്പോൾ ലവ് മാരേജ് ഒന്നും അല്ല, രണ്ട് പേരുടെയും പാരൻസിൻ്റെ മേൽനോട്ടത്തിൽ അവർ കണ്ടു, ട്രഡീഷണൽ അറേഞ്ച്ഡ് മാരേജ് നടക്കുന്ന പോലെ കണ്ടു. അങ്ങനെ അവർ വിവാഹിതരായി. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ബബ്ലൂസ് മദർ ആൻഡ് യങ്കർ സിസ്റ്റർ, ബബ്ലുവിൻ്റെ അമ്മയും അതുപോലെ തന്നെ യങ്കർ സിസ്റ്റർ ഷാലു, ഇവൻ്റെ ചെറിയ സിസ്റ്റർ ഷാലുവും ഡ്രിങ്കിങ് ടീ, അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ്, ബബ്ലു സോണ്ടേഡ് ഔട്ട് ടു ദ ബാക്ക് പോച്ച്. ഭാര്യയെ നോക്കിക്കൊണ്ട്, ബബ്ലു തൻ്റെ ഭാര്യയെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, സോണ്ടേഡ്, ആ വേർഡ് പഠിക്കണേ, സോണ്ടേഡ്. ഇങ്ങനെ ബോൾഡ് ചെയ്ത വേർഡ്സൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട് എക്സാമിന്. അത് പിന്നെ ഒരു പാസേജിലൊക്കെ തരുമല്ലോ വേർഡ് മീനിങ് തന്നിട്ട് വേർഡ് പിക്ക് ചെയ്യാൻ അങ്ങനെ തരാൻ ചാൻസ് ഉണ്ട്. സോ സോണ്ടേഡ് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ് ഇൻ എ റിലാക്സ്ഡ് വേ, വളരെ അയഞ്ഞ് പതുക്കെ പോകാനാണ് സോണ്ടേഡ്. സോ ഭാര്യ നോക്കിക്കൊണ്ട് ഇവനിങ്ങനെ എന്താണ് പുറത്തേക്കല്ല, ഔട്ട് ടു ദ ബാക്ക് പോച്ചിലേക്ക് പോയി. പിന്നെ വീടിൻ്റെ പിറകുവശം അവിടെയുള്ള പോർച്ചാണ് കേട്ടോ. സോ അങ്ങോട്ടേക്ക് പോയി. ഹി സോ ഗൗരി വാക്കിംഗ് ഹറിഡ്ലി ടുവേർഡ്സ് ബാത്റൂം. ആ സമയത്ത് വളരെ ഹറിഡ്ലി, വേഗത്തിൽ തൻ്റെ ഭാര്യയായിട്ടുള്ള ഗൗരി ഇങ്ങനെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴോ ഹോൾഡിങ് എ റാഗ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു ക്ലോത്ത് എന്നാണ്, എ പീസ് ഓഫ് ഓൾഡ് ക്ലോത്ത്, അതാണ് റാഗ്. ഇൻ ഹെർ ഹാൻഡ്, കയ്യിലെന്താണ് പിന്നെ പഴയ ഒരു പീസ് ഓഫ് ക്ലോത്ത് ഉണ്ട്. ഹി കെയിം ടു നോ ഫ്രം ഹെർ ദാറ്റ് വിമൻ യൂസ്ഡ് റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. സാനിറ്ററി നാപ്കിൻസ് എന്ന് പറഞ്ഞാൽ സാനിറ്ററി പാഡ്, അതായത് പിന്നെ ഇവൾക്ക് മെൻസ്ട്രുവേഷൻ്റെ സമയമാണ്, ആർത്തവത്തിൻ്റെ സമയമാണ്. സോ അവിടെ പിന്നെ അവർ ഉപയോഗിക്കുന്നത് ശരിക്കും എന്താണ് പാഡ് വെക്കേണ്ട ആ ഒരു പിന്നെ എന്താ പറയുക അവസ്ഥയ്ക്ക് പകരം പിന്നെ ഇവർ ചെയ്യുന്നത് സാനിറ്ററി നാപ്കിൻസിന് പകരം എന്താണ് ഈ പഴയ ക്ലോത്താണ് വെക്കുന്നത്, പഴയ കാലത്ത് സ്ത്രീകൾ ചെയ്യുന്ന അതേപോലെ. സോ അത് കണ്ടപ്പോൾ ഇവൻ അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. ഇവൻ വിവാഹിതനായതിനു ശേഷമാണ് ഇവ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വന്നത്. അതേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. സോ നാപ്കിനല്ല, മറിച്ച് റാഗാണ്, ഒരു പഴയ ക്ലോത്താണ് അവർ ഉപയോഗിച്ചത്. ദാറ്റ് ഈവനിങ് ഓൺ ഹിസ് വേ ബാക്ക് ഫ്രം ദ വർക്ക്ഷോപ്പ്. ഇനി വർക്ക്ഷോപ്പിൽ നിന്ന് അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബബ്ലു ഡിസൈഡഡ് ടു സർപ്രൈസ് ഗൗരി വിത്ത് എ ഗിഫ്റ്റ്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഗൗരിക്ക് നൽകണമെന്ന് ബബ്ലു ചിന്തിച്ചു. ഹി വെൻറ്റ് ടു എ സ്മോൾ സ്റ്റോർ, ഒരു ചെറിയ സ്റ്റോറിലേക്ക് പോയി. ദ ഷോപ്കീപ്പർ ക്വിക്ക്ലി റാപ്ഡ് ദ നാപ്കിൻ പാക്ക് ഇൻ എൻ ഓൾഡ് ന്യൂസ് പേപ്പർ. ഒരു പഴയ ന്യൂസ് പേപ്പറിൽ അതിങ്ങനെ പൊതിഞ്ഞു കൊടുത്തു.
ഷോപ്കീപ്പർ. ബബ്ലു വാസ് സ്റ്റാർട്ടിൽഡ് അറ്റ് ദ എക്സോബിറ്റൻറ്റ് പ്രൈസ്. സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ ഷോക്ക്ഡ്, എക്സോബിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ്, വില കൂടിയ. സോ ആ വില കൂടിയ പിന്നെ പ്രൈസ്, ഇതിൻ്റെ വളരെ വില കൂടിയ ഉയർന്ന തുക കണ്ട് ബബ്ലു ആകെ അന്തം വിട്ടു. അവന് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്, അപ്പം ഇത്രയും വില ഉണ്ട് എന്ന് അവൻ വിചാരിച്ചില്ല. ബട്ട് ഡ്യൂട്ടിഫുള്ളി പെയ്ഡ് ഹിം 40 rupees. ഓക്കെ, അപ്പോൾ പക്ഷെ എന്തായാലും അത് നൽകി എന്നുള്ളതാണ്. 40 രൂപ അത് നൽകി. കാരണം എന്താണ്, അത് നൽകേണ്ടതാണ്. പിന്നെ ആ രീതിയിൽ 40 രൂപ അതിൻ്റെ പ്രൈസ് നൽകി. ഇനിയോ, ഹി അൺറാപ്ഡ് ദ പാക്കറ്റ് ആൻഡ് എക്സാമിൻഡ് ദ പാഡ്. അങ്ങനെ പാക്കറ്റ് പിന്നെ അൺറാപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ തുറന്നു, എന്നിട്ട് എക്സാമിൻഡ് ദ പാഡ് ഒന്ന് ശരിക്കും ഒന്ന് ചെക്ക് ചെയ്തു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. ഇറ്റ് സീംഡ് ടു ബി ജസ്റ്റ് പ്ലെയിൻ കോട്ടൺ റാപ്ഡ് ഇൻ എ ഗോസ് ഷീറ്റ്. അപ്പോൾ നോക്കിയപ്പോൾ അതൊരു പ്ലെയിൻ കോട്ടൺ, അത് പരുത്തി വെറുതെ പ്ലെയിൻ ആക്കി വെച്ച പോലെയാണ് തോന്നിയത്. റാപ്ഡ് ഇൻ, അത് പൊതിഞ്ഞിട്ടുണ്ട്, ഇൻ എ ഗോസ് ഷീറ്റ്. ഗോസ് എന്ന് പറഞ്ഞാൽ എ തിൻ ലൈറ്റ് ക്ലോത്ത്, അത് കട്ടി കുറഞ്ഞ ക്ലോത്തിൽ. സോ വളരെ കട്ടി കുറഞ്ഞ ക്ലോത്തിൽ എന്താ പറയുക, പഞ്ഞി വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അവന് മനസ്സിലാക്കി. ഹി പ്ലേസ്ഡ് ഇറ്റ് ഓൺ ഹിസ് പാം. തൻ്റെ ഉള്ളം കയ്യിൽ ഇത് വെച്ചു. പാം എന്ന് പറഞ്ഞാൽ ഉള്ളം കൈയാണ്, അതിനകത്ത് വെച്ചു. ട്രൈങ് ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദ പാഡ്. അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം തൂക്കം നോക്കി. 10 grams, 10 ഗ്രാമേ ഉള്ളൂ ഇതിൻ്റെ തൂക്കം. ഹി സെഡ് ടു ഹിംസെൽഫ്, സ്വയം പറഞ്ഞു. ഹാവിങ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് കോട്ടൺ യാൺ. അപ്പോൾ ഇവൻ കണ്ടിട്ടുണ്ട് ഇവൻ്റെ അച്ഛൻ, ഫാദർ, കോട്ടൺ യാൺ എന്ന് വെച്ചാൽ പരുത്തി നൂൽ, അതിൽ ജോലി ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഹി ന്യൂ ദാറ്റ് 10 grams ഓഫ് കോട്ടൺ വുഡ് ബാർലി കോസ്റ്റ് 10 പൈസ. അപ്പോൾ 10 ഗ്രാം കോട്ടന് എത്ര പൈസ രൂപ വരും? രൂപയൊന്നും വരില്ല, പൈസ, 10 പൈസ ചിലവുള്ളൂ അന്ന്. 10 ഗ്രാം കോട്ടൺ, അതാണല്ലോ ഒരു പാഡിലുള്ളത്. സോ അതിൻ്റെ ഒരു പിന്നെ വില വരുന്നത് വെറും 10 പൈസ മാത്രമാണ്. ബെയർലി എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് അത്ര വരുള്ളൂ. ബട്ട് ഹിയർ ഹി വാസ് പേയിങ് 4 rupees ഫോർ ഈച്ച് ഓഫ് ദീസ് പാഡ്സ്. അപ്പം 40 രൂപക്ക് വാങ്ങി, അപ്പോൾ 10 പാഡ് ഉണ്ടായിരുന്നു. സോ ഓരോ പാഡിനും 4 രൂപയാണ് വില അന്ന് കൊടുത്തിട്ടുണ്ടായത്. കുറേ മുമ്പത്തെയാണ്, സോ അന്ന് കൊടുത്തത്. സോ 4 രൂപ ഇത്രയൊക്കെ വിലയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ 4 രൂപ വലിയൊരു തുകയാണോ എന്ന് കേൾക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നോക്കണത് പിന്നെ ഒരു ഗ്രാമത്തിലാണ്, അപ്പോൾ വളരെ ബാക്ക്വേർഡായിട്ടുള്ള ഒരു ഫാമിലിയും അങ്ങനത്തെ ഒരു ഗ്രാമമൊക്കെ ആയിരിക്കും, പഴയ കാലമാണ്. സോ ഇതൊരു വലിയ തുകയാണ് അവർക്ക്. ഹി പുട്ട് ദ പാഡ് ബാക്ക് ഇൻ ദ പോക്കറ്റിൽ തന്നെ പാഡ് വെച്ചു. ബാക്ക് ഹോം, തിരികെ വീട്ടിലേക്ക് വന്നു. ബബ്ലു സീക്രട്ട്ലി ഹാൻഡഡ് ഓവർ ദ പാക്ക് ടു ഗൗരി. ആ പാക്ക് സീക്രട്ടായിട്ട് ഗൗരിക്ക് നൽകുകയും ചെയ്തു. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. നോക്കൂ, പ്ലീസ്ഡ് മീൻസ് ഹാപ്പി, പക്ഷേ ഇവിടെ നോട്ട് പ്ലീസ്ഡ് എന്നാണ് പറഞ്ഞത്. ഗൗരിക്ക് അത് ഇഷ്ടമായില്ല. എന്താ കാര്യം നോക്കൂ. ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദീസ് പാക്കറ്റ്സ് എവറി മന്ത്. ഷാലു ഇയാളുടെ സിസ്റ്ററാണ്. ഷാലുവും ഞാനും ഈ പാക്ക് ഓരോ മാസവും വാങ്ങിക്കുകയാണെങ്കിൽ ദെൻ ലെറ്റ് അലോൺ കേർഡ് ആൻഡ് ഗീ വി വിൽ നോട്ട് ഈവൻ ഹാവ് ഇനഫ് മണി ടു ബൈ മിൽക്ക്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി എക്സ്പ്രഷനാണ് കേട്ടോ, ലെറ്റ് അലോൺ എന്നുള്ളത്. എന്തായാലും പഠിച്ചിരിക്കണേ. അപ്പോൾ ഒന്നുകൂടി ഈ ഭാഗം പറയാം, ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധയോടെ കേട്ടത് മനസ്സിലാവുള്ളൂ. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. ഗൗരിക്ക് അത് ഇഷ്ടമായില്ല. എന്നിട്ട് അവൾ പറയാണ്, ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദീസ് പാക്കറ്റ്സ് എവറി മന്ത്, ഓരോ മാസവും ഞങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ ദെൻ ലെറ്റ് അലോൺ കേർഡ് ആൻഡ് ഗീ വി വിൽ നോട്ട് ഈവൻ ഹാവ് ഇനഫ് മണി ടു ബൈ മിൽക്ക്. അല്ലേ, ഞങ്ങൾക്ക് എന്താണ് പിന്നെ പാല് വാങ്ങിക്കാനും അതേപോലെ തന്നെ കേട് തൈര് വാങ്ങിക്കാനും ഗീ പിന്നെ നെയ്യ് വാങ്ങാനും പൈസ ഉണ്ടാവില്ല എന്നാണ്. സോ ഈ ലെറ്റ് അലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ് അലോൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇംഗ്ലീഷ് മീനിങ് ഇങ്ങനെയാണ്, യൂസ്ഡ് ഇൻ എ നെഗറ്റീവ് സെൻറ്റൻസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് സംതിങ് ഈസ് ഈവൻ മോർ ഇംപ്രോബബിൾ ഓർ ഡിഫിക്കൽട്ട് ദാൻ സംതിങ് എൽസ്. അതായത് വി വിൽ നോട്ട് ഈവൻ ഹാവ് ഇനഫ് മണി ടു ബൈ മിൽക്ക്. പാല് വാങ്ങി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ലെറ്റ് അലോൺ കേർഡ് ആൻഡ് ഗീ, അതുപോലെ തന്നെ കേടും ഗീയും വാങ്ങാൻ തീരെ ഉണ്ടാവില്ല. അതാണ്, പാല് വാങ്ങാൻ എന്തായാലും പൈസ ഉണ്ടാവില്ല. സോ അതിനേക്കാളെ വിലയുണ്ട് കേടിനും ഗീ നെയ്യിനും. സോ അതിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. എന്നോട് മനസ്സിലായോ? ഈ ലെറ്റ് അലോൺ ഉപയോഗിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പോൾ ഇത് പാല് വാങ്ങാൻ പൈസ ഇല്ല, ലെറ്റ് അലോൺ കേർഡ് ആൻഡ് ഗീ, അതിൻ്റെ കാര്യം പറയും വേണ്ട എന്നാണ്. കേടും ഗീയും പിന്നെ പറയും വേണ്ട, അത്രയും പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ പിന്നെ എങ്ങനെ വാങ്ങിക്കുമെന്നാണ് ചോദിക്കണേ. ഓക്കെ, ബാക്കി നോക്കാം. ബബ്ലു ലുക്ക്ഡ് അറ്റ് ഹെർ ഡിജക്റ്റഡ്ലി. ഡിജക്റ്റഡ്ലി എന്ന് പറഞ്ഞാൽ
ഡിസപ്പോയിൻറ്റഡ്ലി, നിരാശയോടെ അവളെ നോക്കി. ബട്ട് ഇവളങ്ങനെ പറയാൻ കാരണം എന്താണ്? പൈസ ഒരുപാട് പോവും, ചിലവാകുന്ന എഴുതിയിട്ട് കേട്ടോ. ബട്ട് ഹി ദെൻ ഡിറ്റർമൈൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെ ബബുലു ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഹി പുൾഡ് ഔട്ട് എ പെയർ ഓഫ് സിസേഴ്സ്. ഒരു പെയർ ഓഫ് സിസേഴ്സ് എന്ന് പറഞ്ഞാൽ കത്രികയാണ്. അവനൊരു കത്രിക കണ്ട് എടുത്തു. എ നീഡിൽ, സൂചി എടുത്തു. ആൻഡ് സം ത്രെഡ്, നൂലെടുത്തു. അപ്പോൾ നീഡിൽ സൂചി എടുത്തു, അതുപോലെ തന്നെ ത്രെഡ് നൂലും എടുത്തു, കത്രിക എടുത്തു. കോട്ടൺ ആൻഡ് ക്ലോത്ത് ഫ്രം ഹിസ് ബാഗ്. കോട്ടൺ പഞ്ഞിയാണ്, ക്ലോത്ത് അത് വെക്കാനുള്ള ക്ലോത്തും എടുത്തു. ഹി ബിഗാൻ ഫ്ലാറ്റനിങ് ദ കോട്ടൺ ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. കൈൻ്റെ ഉള്ളം കയ്യിൽ എന്താണ്? ഫ്ലാറ്റൻ, പരത്തി ഇങ്ങനെ വെച്ചു കോട്ടൺ. ആസ് ഇഫ് ഹി വേർ സ്പ്രെഡിങ് ഔട്ട് ഡഫ് ടു മേക്ക് ചപ്പാത്തി. ഇവിടെ മാവാണ് കേട്ടോ, ഡഫ് മാവാണ്. മാവ് ചപ്പാത്തിക്ക് വേണ്ടി മാവ് കുഴച്ചിങ്ങനെ പരത്തി വെക്കുന്ന പോലെ എന്താണ് ഇവന് കയ്യിലുള്ളം കയ്യിൽ ഇങ്ങനെ കോട്ടന്, അതായത് പഞ്ഞി ഇങ്ങനെ വെച്ചു. വിത്തിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ, വിത്തിൻ 24 hours ഓഫ് ഫസ്റ്റ് ടച്ചിങ് എ സാനിറ്ററി നാപ്കിൻ. ആദ്യമായിട്ട് ഇയാളെന്താണ് ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങി ഉള്ളങ്കയിൽ വെച്ചത് പരിശോധിച്ചല്ലോ. സോ അത് 24 മണിക്കൂർ ആയിട്ടില്ല. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ ബബ്ലു ഹാഡ് മാനേജ്ഡ് ടു മേക്ക് ഹിസ് ഓൺ. ഒന്ന് പുതിയതായിട്ടൊന്ന് ഇവനങ്ങോട്ട് ഉണ്ടാക്കി. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എ യൂസ്ഫുൾ വൺ. എന്നാൽ അത് യൂസ്ഫുള്ളായ ഒന്നായിരുന്നില്ല. അങ്ങനെ യൂസ്ഫുള്ളായ ഒന്ന് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ബബ്ലുവിന് കഴിഞ്ഞില്ല. മേക്ക് എ യൂസ്ഫുൾ വൺ ആസ് ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് ദ മെറ്റീരിയൽ യൂസ്ഡ് ബൈ ദ ബ്രാൻഡ്സ്. മേക്ക് ഔട്ട് ഇവിടെ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള അർത്ഥമാണ്, ഫ്രേസൽ വെർബാണ്. സോ ബ്രാൻഡ്, പല ബ്രാൻഡിൽ അത് അവൈലബിൾ ആണ്. സോ ഓരോ ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ ബബ്ലുവിന് സാധിക്കാത്തത് കൊണ്ട് ഒരു യൂസ്ഫുള്ളായ ഒന്ന്, ഒരു മോഡൽ, ഒരു ഡെമോക്കൊക്കെ പറ്റുന്ന ഒന്നേ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് യൂസ്ഫുള്ളായ ഒന്നായിരുന്നില്ല അദ്ദേഹം ഉണ്ടാക്കിയ ആദ്യത്തേത്. മന്ത്സ് പാസ്റ്റ്, മാസങ്ങൾ കഴിഞ്ഞു. ആൻഡ് ബബ്ലു പ്രൊക്യൂർഡ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് അതർ മെറ്റീരിയൽസ് ടു മേക്ക് പാൻസ്. പ്രൊക്യൂർഡ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് സംതിങ് ആഫ്റ്റർ എൻ എഫേർട്ട്, ഉണ്ടാക്കി, എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി, അതാണ് പ്രൊക്യൂർഡ് എന്നുള്ള അർത്ഥം. സോ പല ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ വെച്ചുകൊണ്ട് ഇയാളിങ്ങനെ മാറി ഓരോന്ന്, എഡിസൺ ബൾബ് ഉണ്ടാക്കിയതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്ന പോലെ ഇയാളിങ്ങനെ ഓരോന്ന് മാറ്റി ഓരോന്നുണ്ടാക്കി നോക്കി. ഇനി ഹി കണ്ടിന്യൂഡ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. ഈ പരീക്ഷണങ്ങളാണ്, ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ തുടർന്നു, കണ്ടിന്യൂ ചെയ്തു. നോയിങ് ദാറ്റ് മോസ്റ്റ് വിമൻ യൂസ്ഡ് അൺക്ലീൻ റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ആസ് ദേ കുഡ് നോട്ട് അഫോർഡ് ദം. എന്തുകൊണ്ടാണ് ഇവന് നാപ്കിൻ ഉണ്ടാക്കി പരിശീലിക്കുന്നത്? ഇയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ ക്ലീൻ അല്ലാത്ത റാഗ്സ്, കീറത്തുണികളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നാപ്കിന് പകരം, ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ആസ് ദേ കുഡ് നോട്ട് അഫോർഡ് ദം. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കാത്തത്? ഒറിജിനൽ നാപ്കിൻ ഉപയോഗിക്കാത്തത് അഫോർഡബിൾ അല്ല, അവർക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് താങ്ങാൻ കഴിയുന്നില്ല, അവർക്ക് സാമ്പത്തികമായിട്ട് താങ്ങാൻ കഴിയുന്നില്ല, അവരുടെ കയ്യിൽ പൈസ അല്ല. സോ ഹി ഓൾസോ ന്യൂ ദാറ്റ് ദിസ് മെയ്ഡ് ദം പ്രോൺ ടു ഡിസീസ്. മാത്രമല്ല ഇങ്ങനെ അൺടൈഡി ആയ, അൺക്ലീൻ ആയിട്ടുള്ള റാക്സ് ഉപയോഗിച്ചാൽ അത് ഡിസീസ്, അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പ്രോൺ ടു ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. ലൈക്ലി, ഓക്കെ. സോ അസുഖം വരാൻ സാധ്യതയുണ്ട്. നോ വൺ എൽസ് അപ്പിയർഡ് ടു ബി ബോധഡ് ബൈ ദിസ്. ആരും പക്ഷെ അതിൽ ബോധഡ് ആയിരുന്നില്ല, അതിനെക്കുറിച്ച് അവരൊട്ടും ബോധഡ് ആയിരുന്നില്ല, ചിന്തിച്ചിരുന്നില്ല, ടെൻഷൻ അടിച്ചിരുന്നില്ല. ഇനി he looked at the little girls running around the neighborhood. തൻ്റെ പരിസരത്ത് ചുറ്റുഭാഗത്തൊക്കെ അയൽപ്പക്കങ്ങളിൽ ഓടിക്കളിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ, ചെറിയ കുട്ടികളെ, പെൺകുട്ടികളെ അവൻ നോക്കി. they couldn't even buy a good pair of slippers. കാരണം അവർക്കൊന്നും സ്ലിപ്പേഴ്സ്, ചെരുപ്പ് വാങ്ങാൻ പോലും പൈസ അല്ല. പിന്നല്ലേ ഇത്, how could they ever afford to buy sanitary pads month after months? ഇത് ഓരോ മാസം വാങ്ങണമല്ലോ. സോ അതിന് ഇവർക്ക് എങ്ങനെ സാധിക്കും? ചെരുപ്പ് പോലും കാലില്ല, പിന്നെ ഇതെങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും എന്നാണ് ഇയാൾ ചിന്തിക്കുന്നത്. ഹൗവർ, എന്നിരുന്നാലും എന്നൊക്കെ പറയാം. ഹൗവർ ഹിസ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഹിസ് ഒബ്സഷൻ. ഒരു കാര്യത്തെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുക, ഡീപ്പ് തോട്ടാണ് ഒബ്സഷൻ. സോ ഇയാളുടെ എക്സ്പെരിമെൻറ്റ്സും ഇയാളുടെ പരീക്ഷണങ്ങളും ചിന്തകളും കോസ്റ്റ് സം അൺറെസ്റ്റ് ഈവൻ ഇൻ ദ ഫാമിലി. കുറച്ച് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അൺറെസ്റ്റ് ഇവിടെ പ്രശ്നങ്ങളാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫാമിലിയിൽ ഉണ്ടാക്കി. ഹിസ് മദർ ബിസീച്ച്ഡ് ഹിം ടു സ്റ്റോപ്പ് ദി എക്സ്പെരിമെൻറ്റ്, സെയിങ് ദാറ്റ് ദ ഹോൾ ഫാമിലി വുഡ് ബി ഡിസ്ഗ്രേസ്ഡ് ബൈ ഹിസ് സോർഡിഡ് ഇൻട്രസ്റ്റ് ഇൻ വിമൻസ് മെൻസ്ട്രൽ സൈക്കിൾസ്. എന്താ പറഞ്ഞത്? ഹിസ് മദർ, അയാളുടെ അമ്മ തന്നെ പറഞ്ഞു. ബിസീച്ച്ഡ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റഡ്, പഴയ ഇംഗ്ലീഷാണ് ബിസീച്ച്ഡ്.
റിക്വസ്റ്റ് ചെയ്തു, താണുകയാണ് പറഞ്ഞു ടു സ്റ്റോപ്പ്, നിർത്തൂ ദ എക്സ്പെരിമെൻറ്റ്സ്, ഈ പരീക്ഷണങ്ങൾ നിർത്തൂ. സേയിങ് ദാറ്റ് ദ ഹോൾ ഫാമിലി വുഡ് ബി ഡിസ്ഗ്രേസ്ഡ്, ഞങ്ങളെല്ലാം കളിയാക്കപ്പെടും ബൈ ഹിസ് സോർഡിഡ് ഇൻട്രസ്റ്റ്. സോർഡിഡ് എന്ന് പറഞ്ഞാൽ ഡേർട്ടി ആൻഡ് അൺപ്ലസൻറ്റ്, വൃത്തികെട്ട, സോർഡിഡ് ഇൻട്രസ്റ്റ്, ഈ വൃത്തികെട്ട ഇൻട്രസ്റ്റ്, താല്പര്യം ഇൻ വിമൻസ് മെൻസ്ട്രുവൽ സൈക്കിൾസ്, സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട ഈ ഒരു പാഡുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തിൽ ഇവനെടുക്കുന്ന ആ ഒരു പരീക്ഷണം അത് കുടുംബത്തിന് ഒരു മാനക്കേടാണ് എന്ന് അമ്മ പറഞ്ഞു. ദ ന്യൂസ് വാസ് ഗ്രാജുവലി സ്പ്രെഡിങ് ഇൻ ദ വില്ലേജ്. നോക്കണതൊരു വില്ലേജാണ്, ഗ്രാമമാണ്. അവിടെ ഈ ന്യൂസ് ഇങ്ങനെ പതുക്കെ സ്പ്രെഡായി. അങ്ങനെ പതുക്കെ ഗ്രാമത്തിൽ ഈ ഒരു ന്യൂസ് എന്താണ് പതുക്കെ സ്പ്രെഡായി. ഇനിയോ ആൻഡ് ദ വില്ലേജേഴ്സ് entangled the whole family in a mesh of coarse whispers and rude glances. നല്ല വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്ക് പതുക്കെ ഇത് വായിച്ച അർത്ഥം പറയാം കേട്ടോ. ആൻഡ് ദ വില്ലേജേഴ്സ്, ഗ്രാമീണർ എന്താ ചെയ്തത്? entangled എന്ന് പറഞ്ഞാൽ വരിഞ്ഞു മുറുക്കി. വേറെ ഇംഗ്ലീഷ് വേർഡ് അതിന് പറ്റിയത് intertwined എന്നാണ്. INTERTWINED, intertwined, വരിഞ്ഞു മുറുക്കി. entangled, ചുറ്റിക്കെട്ടി. ദ ഹോൾ ഫാമിലി ഇൻ എ മെഷിന് അർത്ഥം ഇവിടെ നെറ്റാണ്, വല. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ റഫ്, വിസ്പേഴ്സ്, ചെറിയ ഇങ്ങനെ എന്താ പറയുക, പതുക്കെ നമ്മൾ പറയാം, മന്ത്രിക്കുക, അത് കുറ്റം പറയലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് റൂഡ് ഗ്ലാൻസസ്, രൂക്ഷമായ ഗ്ലാൻസസ്, നോട്ടം. സോ ഈ നെയ്ബർഹുഡ് മുഴുവനും, വില്ലേജസ് ഒക്കെ ഈ ഫാമിലിയിലെ ആൾക്കാരെ നോക്കിയിട്ട് എന്താ പറയുക, പരിഹാസത്തിൻ്റെ സംസാരം, അതുപോലെ തന്നെ തീക്ഷ്ണമായ നോട്ടമൊക്കെ നോക്കി ഇവരെങ്ങനെ വരിഞ്ഞു മുറുക്കി എന്ന് പറഞ്ഞത്. ബബുലു വാസ് ഗ്ലൂമി ഫോർ എ വൈൽ അറ്റ് ദ തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. വീട്ടിൽ നിന്നും സപ്പോർട്ടില്ല, നാട്ടിൽ നിന്ന് എന്തായാലും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ബബുലു എന്ത് ചെയ്തു? തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങൾ നിർത്താൻ കരുതി. ബട്ട് ഹി ഡിവൈസ്ഡ് എൻ ഐഡിയ ടു കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഹിംസെൽഫ് റാദർ ദാൻ അതേഴ്സ്. അപ്പോൾ ആരും സപ്പോർട്ടായിട്ട് വരില്ല, അതുകൊണ്ട് സ്വയം എന്ത് ചെയ്തു? എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുള്ളതാണ്. ബട്ട് ഹി ഡിവൈസ്ഡ് എൻ ഐഡിയ. ഡിവൈസ്ഡ് മീൻസ് ഉണ്ടാക്കി, രൂപം നൽകി. എൻ ഐഡിയ, ഒരു ഐഡിയ രൂപം നൽകി. ടു കണ്ടക്ട്, കണ്ടക്ട് ചെയ്യാൻ. എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങൾ. ഓൺ ഹിംസെൽഫ്, സ്വയം പരീക്ഷിക്കുക. റാദർ ദാൻ അതേഴ്സ്. ഓക്കെ, ഇനിയോ എന്താ പരീക്ഷിച്ച് നോക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രണ്ട്, ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ. ഹി കളക്റ്റഡ് സം ബ്ലഡ്, കുറച്ച് ബ്ലഡ് ഇയാൾ കളക്ട് ചെയ്തു. യൂസിങ് എ റബ്ബർ ട്യൂബ്, ഒരു റബ്ബർ ട്യൂബും സംഘടിപ്പിച്ചു. ഹി എക്സ്പെരിമെൻറ്റഡ് വിത്ത് ദ നാപ്കിൻസ് ഹിംസെൽഫ്. അതായത് ഇവൻ ഉണ്ടാക്കുന്ന സാനിറ്ററി നാപ്കിൻസ് ഒരു സ്ത്രീയിൽ പരീക്ഷിക്കണമല്ലോ. ശരിക്കും ഇത് വേർത്താണോ, പിന്നെ ലീക്കിംഗ് വരുന്നുണ്ടോയെന്ന് അറിയില്ല. സോ ഇത് പരീക്ഷിക്കാൻ എന്താ പറയുക, മറ്റൊരാളെ കിട്ടിയില്ല, ആരെയും കിട്ടിയില്ല. മേ ബി ഭാര്യ പോലും കിട്ടിയിട്ടുണ്ടാവില്ല പരീക്ഷിക്കാൻ. സോ ഇയാൾ സ്വയം അത് പരീക്ഷിക്കുകയാണ്. എങ്ങനെ? ഒരു റബ്ബർ ട്യൂബ്, അതുപോലെ തന്നെ കുറച്ച് റിയൽ ബ്ലഡൊക്കെ സംഘടിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. വെച്ചുകൊണ്ട് ഇങ്ങനെ ഡ്രോപ്പ് അതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഡ്രോപ്പ് ബ്ലഡ് വെച്ചിട്ട് നോക്കി. So using a rubber tube, he experimented with the napkins himself. One day, Leda, his neighbor, Parul's daughter, happened to see this. അപ്പോൾ ഇയാൾ ഈ പരീക്ഷിക്കുന്നത് ഇയാളുടെ നെയ്ബറായ പാറുൽ എന്ന സ്ത്രീയുടെ ഡോട്ടർ, മകളായ ലത കണ്ടു. ഹാപ്പൻഡ് ടു സീ ദിസ്, കാണാനിടയായി. അപ്പോൾ എന്താ ഇനി ബാക്കി നോക്കാം. ദ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം, ഓൾ കൈൻഡ്സ് ഓഫ് റൂമേഴ്സ് സ്പ്രെഡ് ഓവർ ദ സ്മോൾ ടൗൺ. ഇയാൾ ഈ കാണിക്കുന്നത് കണ്ടിട്ട് ആ സ്മോൾ ടൗണിലാകെ റൂമേഴ്സ്, ഊഹാപോഹങ്ങൾ, അഭ്യൂഹങ്ങൾ ആകെ പരന്നു. പലതും ഇയാളെ പറ്റി പറഞ്ഞുണ്ടാക്കി. അനേബിൾ ടു ബെയർ, സഹിക്കാൻ വയ്യ. ദ ഹ്യൂമിലിയേഷൻ, നാണക്കേട്, അത് സഹിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. ബബ്ലൂസ് വൈഫ് ലെഫ്റ്റ് ഹിം. നോക്കൂ, ബബ്ലുവിൻ്റെ വൈഫ് ഇയാൾ ഇട്ടേച്ചു പോയി. ഷീ സെഡ് ഷീ വുഡ് ഓൺലി റിട്ടേൺ വെൻ ഹി ഗേവ് അപ്പ് ഹിസ് മാഡ്നെസ്. ഗേവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു. ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക. ഈ മാഡ്നെസ്, ഭ്രാന്ത് ഉപേക്ഷിച്ചാൽ മാത്രമേ ഞാൻ റിട്ടേൺ തിരികെ വരുള്ളൂ എന്ന് വൈഫ് പറഞ്ഞു. ഹിസ് മദർ ടു ഫോളോഡ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടു ഡു ദ സെയിം തിങ് ആസ് സംബഡി ഡിഡ്. അതായത് ഒരാൾ ചെയ്താൽ മറ്റൊരാൾ ചെയ്ത കാര്യം അതേപോലെ ഫോളോ ചെയ്യലാണ് ഫോളോഡ് സ്യൂട്ട്. സോ അമ്മയും വൈഫ് ചെയ്ത അതേ കാര്യം ചെയ്തു എന്ന് വെച്ചാൽ അമ്മയും ഇറങ്ങിപ്പോയി. He had lost his wife, his family, his friends and money that he could not afford to waste.
എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ, ഫാമിലി, ഫ്രണ്ട്സ്, പണം ആൻഡ് മണി ദാറ്റ് ഹി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ്. അത് വേസ്റ്റിന് ഇയാൾക്ക് അഫോർഡ് ചെയ്യാൻ വയ്യ. പണം അത്ര ധനികനല്ലല്ലോ ഇയാൾ. ഓൾ ഇൻ പെർസ്യൂട്ട് ഓഫ് ദ സാനിറ്ററി പാഡ് പ്രോജക്ട്സ്. പെർസ്യൂട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രമം അല്ലെങ്കിൽ ഫോളോ. സോ ഇയാൾ ഫോളോ ചെയ്യുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ശ്രമിക്കുന്നത് നമ്മൾ സാനിറ്ററി പാഡ് പ്രോജക്റ്റാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇയാൾക്കല്ലല്ലോ ഇതിൻ്റെ ഗുണം, സ്ത്രീകൾക്കാണ് ആ ഗ്രാമത്തിലെ. പക്ഷെ ആരും ഇയാൾക്ക് യാതൊരു സപ്പോർട്ടും നൽകിയില്ല, സ്വന്തം വീട്ടിൽ നിന്നും സപ്പോർട്ട് കിട്ടിയില്ല. ബബ്ലു വാസ് എ സിമ്പിൾ വെൽഡർ ഹൂസ് ലൈഫ് ഹാഡ് ബീൻ റിപ്ഡ് അപ്പാർട്ട്. റിപ്ഡ് അപ്പാർട്ട് എന്നാൽ മുറിഞ്ഞുപോയി അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു, നശിച്ചുപോയി. ഒരു സിമ്പിളായ ഒരു വെൽഡറായിരുന്നു. വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് സ്വന്തം ജീവിതം ഇല്ലാതാവുന്ന അവസ്ഥയായി ഉണ്ടായത്. ആൻഡ് ഓൾ ബിക്കോസ് ഹി ഹാഡ് വാണ്ടഡ് ടു ഗിവ് ഗൗരി എ ഗിഫ്റ്റ്. ഭാര്യയായ ഗൗരിക്കൊരു ഗിഫ്റ്റ് നൽകണം, അതുപോലെ തന്നെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് സഹായിക്കുകയും വേണം. രണ്ട് ഉദ്ദേശമുണ്ട്. മെയിനായിട്ട് എന്താണ്, ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് ഇത് നൽകണം, അതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് എ ഗിഫ്റ്റ് ഫോർ ഓൾ ദ പുവർ വിമൻ ഇൻ ദ വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്. അപ്പോൾ ഭാര്യയ്ക്കൊരു ഗിഫ്റ്റ് മാത്രമല്ല, ആ വില്ലേജിലെ മുഴുവൻ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ആ വില്ലേജിൽ പുറത്തുള്ള സ്ത്രീകൾക്കും എന്താണ് ഈ ഒരു ഗിഫ്റ്റ് നൽകണമെന്നുള്ള ഉദ്ദേശമാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നുള്ളൂ. പക്ഷേ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്. അപ്പോഴിത് മുഴുവനായിട്ട് ഇതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ. ഇതിപ്പോൾ ഒരു ദുഃഖപര്യാവസായ ഒരു കഥ പോലെയാണ് തോന്നുക, കഴിഞ്ഞിട്ടില്ല. സോ അഡാപ്റ്റഡ് ഫ്രം എ സാനിറ്ററി മാൻ ഫ്രം എ സാനിറ്ററി ലാൻഡ്. സോ ഇവിടുന്ന് ആ ഒരു സ്റ്റോറിയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് ചെറിയ മാറ്റം വരുത്തിയെടുത്താണ് ഇത് കാണുന്നത്. സോ കഥ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഡോണ്ട് യു വാണ്ട് ടു നോ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി? ഈ കഥയുടെ ബാക്കി അറിയണ്ടേ? ഡു യു വാണ്ട് ടു നോ മോർ അബൌട്ട് ബബ്ലൂസ് ജേർണി? ബബ്ലുയുടെ യാത്ര എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോയ യാത്ര അല്ല കേട്ടോ, ഇയാളുടെ ഈ ഒരു പ്രൊജക്റ്റ്, ഡ്രീം പ്രൊജക്റ്റ്, അതിൻ്റെ ബാക്കി അറിയണ ആഗ്രഹമില്ലേ? ഹിയർ ഈസ് ഹി സ്റ്റോറി ഇൻ ഹിസ് ഓൺ വേർഡ്സ്. ഇനി ബബ്ലു തന്നെ പറയട്ടെ, ബബ്ലുവിൻ്റെ സ്വന്തം വേർഡ്സിൽ നമുക്ക് അയാളുടെ കഥ കേൾക്കാം. ഇനി അടുത്ത് നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ ഇൻ്റർവ്യൂ ആണ് കേട്ടോ. ബബ്ലുവിൻ്റെ ഇൻ്റർവ്യൂ വിത്ത് പത്മശ്രീ അരുണാചലം മുരുകാനന്ദം. കണ്ടോ, ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് പത്മശ്രീ വരെ പിന്നീട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ കണ്ടപ്പോൾ വെൽഡറാ, ഇപ്പോൾ ആരായി? പത്മശ്രീ ആയി. പത്മശ്രീ അരുണാചല മുരുകാനന്ദൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് ഇയാളുടെ യഥാർത്ഥ പേര്, അതായത് തമിഴ്നാട്ടിലുള്ള ആൾ. പക്ഷെ കഥയിൽ നമ്മൾ ബബ്ലു എന്ന് പറയുന്നു എന്ന് മാത്രം. സോ കലാമിൻ്റെ അടുത്തിരിക്കുന്നുണ്ടോ ആ വ്യക്തിയാണ്. ദ പാഡ്മാൻ ഓഫ് ഇന്ത്യ, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പാഡ്മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബബ്ലു ഇൻ ട്വിങ്കിൾ കന്ന സ്റ്റോറി, അതായത് ട്വിങ്കിൾ കന്നയുടെ കഥയിലെ ബബ്ലു. ഇനി ഇൻ്റർവ്യൂ ആണ് കേട്ടോ, നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മുരുകാനന്ദം. അപ്പോൾ ഇനി ബബ്ലു എന്നുള്ള വേർഡല്ല വരും കേട്ടോ, അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട. ഇത്ര നേരം നമ്മൾ പറഞ്ഞ ബബ്ലു ആണ് ഈ മുരുകാനന്ദം. അപ്പോൾ ഈ മുരുകാനന്ദം എന്നാണ് ഇനി പേര് പറയാം. സോ ഗുഡ് മോർണിംഗ് മിസ്റ്റർ മുരുകാനന്ദം, ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു മീറ്റ് ആൻഡ് ടോക്ക് ടു അസ്. നന്ദി ഞങ്ങളെ കണ്ട് സംസാരിക്കാൻ റെഡി ആയതിൽ. വി നോ ദാറ്റ് യു ഹവ് ബീൻ വർക്കിംഗ് ഓൺ ദ നിർമ്മാണം, മാനുഫാക്ചർ മീൻസ് നിർമ്മാണം, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണം ഓഫ് ഇൻഎക്സ്പെൻസീവ് വില കുറഞ്ഞ സാനിറ്ററി നാപ്കിൻസ് ഫോർ എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. 25 വർഷമായിട്ട് നിങ്ങൾ നിർമ്മിക്കുന്നു, വിതരണം ചെയ്യുന്നു വില കുറഞ്ഞ സാനിറ്ററി നാപ്കിൻസ്. നൗ വീഡ് ലൈക്ക് ടു ലേൺ അബൌട്ട് യുവർ ഏർലി ഡേയ്സ്. നിങ്ങളുടെ തുടക്കകാലത്തെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഡിഡ് എനി വൺ ഇൻസ്പയർ യു ടു വർക്ക് ഫോർ ദ ഗുഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി? സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിൽ നിങ്ങളെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തോ? അപ്പോൾ അതിന് മറുപടി പറയാണ് ബബ്ലു അല്ല, ഇവിടെ അരുണാചലം മുരുകാനന്ദം, മിസ്റ്റർ മുരുകാനന്ദം പറയാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ലെറ്റ് മീ അറ്റ് ദി ഔട്ട്സെറ്റ് മീൻസ് അറ്റ് ദ സ്റ്റാർട്ട്, തുടക്കത്തിൽ തന്നെ ടെൽ യു മൈ സ്റ്റോറി, ഞാൻ എൻ്റെ കഥ പറയട്ടെ. മൈ ഫാദർ വാസ് എ ഹാൻഡ്ലൂം വീവർ. ഹാൻഡ്ലൂം കൈത്തറി, വീവർ നെയ്ത്തുകാരൻ, മെഷീൻ വെച്ചിട്ടല്ല കൈകൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്ന കൈത്തറി വസ്ത്രമൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാക്കുന്ന നൂല് ചേർത്തിട്ട്. സോ നെയ്ത്തുകാരനാണ് എൻ്റെ ഫാദർ ആയിരുന്നു. ഐ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ അറ്റ് 14 when he passed away quite unexpectedly. നമ്മൾ തുടക്കത്തിൽ അത് പറഞ്ഞു. 14 വയസ്സ് പ്രായമായപ്പോൾ ഐ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ഞാൻ നിർത്തി. എന്താ കാര്യം? വെൻ ഹി പാസ്ഡ് അവേ, ഫാദർ മരിച്ചുപോയി. പാസ്ഡ് അവേ ഫ്രേസൽ വെർബാണ്, പഠിച്ചോളൂ. മരിച്ചു പോയപ്പോൾ ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായിട്ട്. മൈ മദർ വർക്ക്ഡ് ഓൺ എ ഫാം, എൻ്റെ അമ്മ ഒരു ഫാമിൽ വർക്ക് ചെയ്തിരുന്നു. ആൻഡ് ഷീ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു മേക്ക് എൻസ് മീറ്റ്. മേക്ക് എൻസ് മീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്നാണ്.
മലയാളത്തിൽ പറയാം. ഇനി ഇംഗ്ലീഷ് മീനിങ് പറയുകയാണെങ്കിൽ ടു ഹാവ് ഇനഫ് മണി ടു ബൈ വാട്ട് യു നീഡ് ടു ലീവ്. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവുക. ഐഫോൺ ഇതിൽ പെടില്ല കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റായ ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവുക. അതാണ് ടു മേക്ക് എൻഡ്സ് മീറ്റ് എന്ന് പറഞ്ഞ കേട്ടോ. സോ അമ്മ അത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഷീ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് 2 daughters ആൻഡ് എ സൺ. ഞാൻ മകനാണ്, മറ്റ് 2 മക്കൾ കൂടെ അമ്മയ്ക്കുണ്ട്. ഇനിയോ ഷീ ഹാഡ് ഹോപ്ഡ് ഐഡ് ബിക്കം എൻ എഞ്ചിനീയർ. ഞാനൊരു എഞ്ചിനീയർ ആവാനാണ് അമ്മ ആഗ്രഹിച്ചത്. ഹൗവർ ഷീ കുഡിൻ അഫോർഡ് ടു സെൻഡ് മീ ടു കോളേജ്. കോളേജിലേക്ക് സെൻഡ് ചെയ്യാൻ അമ്മക്കത് അഫോർഡബിൾ ആയിരുന്നില്ല, സാമ്പത്തികമായിട്ട് കഴിവുമായിരുന്നില്ല. ആൻഡ് ഐ ഹാഡ് ടു ടേക്ക് അപ്പ് ജോബ്, ഒരു ജോലി ആ സമയത്ത് എനിക്ക് എടുക്കണമായിരുന്നു. ഇൻ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ. ഈവൻ ആസ് എ യങ് ബോയ്, ഒരു ചെറിയ ബോയ് ആയിരിക്കുന്ന സമയത്ത് തന്നെ വെൽഡറായിട്ട് ജോലി തുടങ്ങി. 21 വയസ്സായപ്പോൾ ഐ മാരീഡ്, ഞാൻ വിവാഹം ചെയ്തു. ഇറ്റ് വാസ് ദെൻ ഐ ഡിസ്കവേർഡ് ദാറ്റ് മൈ വൈഫ് ശാന്തി, അപ്പോൾ യഥാർത്ഥ വൈഫിൻ്റെ പേര് ശാന്തിയാണ് കേട്ടോ, had to use old rags instead of clean napkins during her menstrual cycle. അപ്പോൾ യഥാർത്ഥ വൈഫിൻ്റെ പേര് ശാന്തിയാണ്. ഓക്കെ, അപ്പോൾ ശാന്തി റാഗ്സ് ആണ് സാനിറ്ററി നാപ്കിൻസിന് പകരം അവളുടെ മെൻസ്ട്രുവേഷൻ സൈക്കിൾ സമയത്ത് ഉപയോഗിച്ചിരുന്നത്. ദിസ് മെയ്ഡ് മീ തിങ്ക് അബൌട്ട് ദ ജനറൽ സ്റ്റേറ്റ് ഓഫ് വിമൻസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അത് എന്നെ ചിന്തിപ്പിച്ചു. സ്ത്രീകളുടെ ഹെൽത്ത്, അവരുടെ ആരോഗ്യം, ഹൈജീൻ, വൃത്തിയെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചു. ദ നോളജ് ട്രിഗേർഡ് മൈ റിസർച്ച്. അത് എന്താണ്? ആക്കം കൂട്ടി. ഓക്കെ, ഒരു കാര്യത്തെ ഉദ്ദീപിപ്പിച്ചു, ആക്കം കൂട്ടി. മൈ റിസർച്ച് ഇൻ ടു ദ മാനുഫാക്ചർ ഓഫ് അഫോർഡബിൾ നാപ്കിൻസ്. അപ്പോൾ അഫോർഡബിൾ നാപ്കിൻസ്, വില കുറഞ്ഞ നാപ്കിൻസ് എല്ലാവർക്കും ലഭ്യമാവുക എന്ന ചിന്ത ഇതിലേക്ക് കൊണ്ടുവന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഇനി വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് യു ഇയേഴ്സ് ടു ഫൈൻഡ് ദ റൈറ്റ് മെറ്റീരിയൽസ് ഫോർ യുവർ നാപ്കിൻസ്. ഞങ്ങൾക്ക് മനസ്സിലായി. ഇൻ്റർവ്യൂവർ, ചോദ്യം ചോദിക്കുന്ന ആൾ മുരുകാനന്ദൻ, അരുണാചലം മുരുകാനന്ദനോട് പറയാണ്, ഞങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട്, അതായത് യഥാർത്ഥ മെറ്റീരിയൽ, ഇതിന് ഉപയോഗിക്കേണ്ട യഥാർത്ഥ മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി നാപ്കിൻസിനെ. കുഡ് യു ടെൽ us മോർ അബൌട്ട് ദ ഫേസ് ഓഫ് യുവർ റിസർച്ച്? ഘട്ടം, നിങ്ങളുടെ റിസർച്ചിൻ്റെ ഘട്ടത്തെക്കുറിച്ച് കൂടുതൽ ഞങ്ങളോട് പറയാമോ? ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, മുമ്പ് പറഞ്ഞതുപോലെ, മൈ ഫാദർ വാസ് എ വീവർ. എൻ്റെ ഫാദർ ഒരു നെയ്ത്തുകാരനായിരുന്നു. Therefore, അതുകൊണ്ട് ഐ വാസ് സംവാട്ട് ഫെമിലിയർ വിത്ത് കോട്ടൺ, അതായത് പഞ്ഞിയെക്കുറിച്ചൊക്കെ എനിക്ക് ഫെമിലിയർ ആയിരുന്നു, എനിക്ക് കുറച്ചൊക്കെ അറിയാം. ആൻഡ് മെയ്ഡ് യൂസ് ഓഫ് മെനി വെറൈറ്റീസ് ഓഫ് കോട്ടൺ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോട്ടൺ ഉപയോഗിച്ചു, പഞ്ഞികൾ മാറി മാറി ഉപയോഗിച്ചു. ഓൾ മൈ ഇനീഷ്യൽ എക്സ്പെരിമെൻറ്റ്സ് ഫെയിൽഡ് മിസറബിളി. ഇനീഷ്യൽ തുടക്കം, എക്സ്പെരിമെൻറ്റ്സ് പരീക്ഷണം, ഫെയിൽഡ് പരാജയപ്പെട്ടു, മിസറബിളി ദയനീയമായി. എൻ്റെ തുടക്കത്തിലെ സകല പരീക്ഷണങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു. Moreover, അതിന് പുറമെ the topic was taboo in our village at the time. Taboo means പറഞ്ഞ forbidden. അതായത് ഒരു നാപ്കിൻസ് അതിൽ പ്രൊജക്റ്റ് ചെയ്യുക, അതിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു taboo, ഒരു forbidden. അത് ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതെന്തൊരു തിന്മ, ഒരു മോശം കാര്യം, നിരോധിച്ചൊരു കാര്യം. അങ്ങനെയായിരുന്നു ആൾക്കാരൊക്കെ അതിനെ കണ്ടത്. And my interest in the subject led to my isolation within the community and even my family. സോ ഈ വിഷയത്തിൽ എൻ്റെ ഇൻട്രസ്റ്റ്, താല്പര്യം എന്നെ ഐസൊലേഷൻ, ഒറ്റപ്പെടലിലേക്ക്, ഏകാന്തതയിലേക്ക് നയിച്ചു. വിത്തിൻ മൈ കമ്മ്യൂണിറ്റി, എൻ്റെ കമ്മ്യൂണിറ്റിയിലും ഞാൻ ഒറ്റപ്പെട്ടു, എൻ്റെ സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ നിൽക്കുന്ന സമൂഹത്തിൽ. ആൻഡ് ഈവൻ മൈ ഫാമിലി, എൻ്റെ കുടുംബത്തിലും ഞാൻ എന്ത് ചെയ്തു? ഒറ്റപ്പെട്ടു. ബട്ട് ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്, പക്ഷേ ഞാനത് ഉപേക്ഷിച്ചില്ല. നോക്കൂ, അതാണ് ഇത്രയും മോശം അനുഭവം ഉണ്ടായിട്ടും ഇയാളതിന് ഉപേക്ഷിച്ചില്ല. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ഇനി I tried to find out what type of cotton the popular brands were using for their napkins. പോപ്പുലറായ ജനകീയമായ ബ്രാൻഡ്സ് ഉപയോഗിക്കുന്ന കോട്ടൺ പഞ്ഞി എന്താണെന്ന് അറിയാൻ ഞാൻ ശ്രമിച്ചു, അവർ നാപ്കിൻസ് ഉപയോഗിക്കുന്നത്. It took me 2 years of trial and error to figure out it was pine wood pulp and not cotton. നോക്കൂ, എത്ര വർഷം? 2 years, 2 വർഷത്തെ ട്രയൽ ആൻഡ് എറർ. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ ശ്രമിക്കും പരാജയപ്പെടും. അതാണ്. അങ്ങനെ ഒരു ക്വാർട്ടർ ഉപയോഗിക്കും, അത് പരാജയപ്പെടും, അടുത്ത ക്വാർട്ടർ ഉപയോഗിക്കും, പരാജയപ്പെടും. അങ്ങനെ 2 വർഷം അതിന് പിന്നാലെ നടന്നു. ടു ഫിഗർ ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ, വ്യക്തമാവാൻ. ഇറ്റ് വാസ് പൈൻ വുഡ് പൾപ്പ്. പൈൻ വുഡ് അറിയില്ല നിങ്ങൾക്ക്? പൈൻ മരം.
അതിൻ്റെ പൾപ്പ്, അതിൻ്റെ സോഫ്റ്റ് ഫൈബ്രസ് മെറ്റീരിയലാണ്. സോ പൈൻവുഡ് പൾപ്പ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്, അതിൻ്റെ ഫൈബ്രസ് മെറ്റീരിയൽ ഡിറൈവ്ഡ് ഫ്രം പൈൻസ്, അതിൻ്റെ നാരുകളും കാര്യങ്ങളൊക്കെയാണ് എടുത്തിരുന്നത്. അല്ലാതെ നോട്ട് കോട്ടൺ, പഞ്ഞിയായിരുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ പഞ്ഞി നകരുത്, പക്ഷെ അതായിരുന്നില്ല. ദ സപ്ലയേഴ്സ് സെൻറ്റ് മീ സം സാമ്പിൾസ്. അപ്പോൾ ഇങ്ങനെ ഈ പൈൻവുഡ് പൾപ്പ് നൽകുന്ന ആൾക്കാരുണ്ട്, പൈസക്ക് നൽകുന്ന ആൾക്കാരുണ്ട്. സോ ആ സപ്ലയേഴ്സ് എനിക്ക് കുറച്ച് സാമ്പിൾസ് അയച്ചു തന്നു. ഐ സ്പെൻഡ് സെവറൽ ഡേയ്സ് വണ്ടറിങ് മീൻസ് തിങ്കിങ്. ഒരുപാട് ദിവസങ്ങൾ ഞാൻ ചിലവഴിച്ചു തിങ്കിങ് ഹൗ ടു മേക്ക് സെല്ലുലോസ് ഫ്രം ഇറ്റ്. അതിൽ നിന്നും എങ്ങനെയാണ് സെല്ലുലോസ് ഉണ്ടാക്കുക. ഓക്കെ, അവർ ഇതിൻ്റെ പൾപ്പ് അയച്ചു, ഇതിൽ നിന്ന് എങ്ങനെ സെല്ലുലോസ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചു. വൺ ഡേ മൈ പെറ്റ് ഡോഗ് ആക്സിഡൻ്റലി സ്ക്രാച്ച്ഡ്. എൻ്റെ പെറ്റ് ഡോഗ്, ഓക്കെ, ഞാൻ വളർത്തുന്ന ഡോഗ് ഒരു ദിവസം ആ സാമ്പിളിൽ സ്ക്രാച്ച് ചെയ്തു, മാന്തി. ആൻഡ് ഐ കുഡ് സീ ദ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ. അപ്പോഴാണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഞാൻ അവിടെ കണ്ടത്. ദിസ് ഗേവ് മീ ദി ഐഡിയ ഓഫ് ഡീഫൈബ്രേഷൻ. സോ ഡീഫൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും പിന്നെ ബ്രേക്ക് ചെയ്ത് ചെറുതാക്കി ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് സംതിങ് ഡൗൺ ഇൻ ടു ഇറ്റ്സ് ഫൈബ്രസ് കോമ്പണൻസ്, അതാണ് ഡീഫൈബ്രേഷൻ. പിന്നെ അതായത് നാരുകളാക്കി വളരെ ഇങ്ങനെ ആക്കി കൊണ്ടുവരിക. സോ അങ്ങനെ ആ ഒരു ഐഡിയയിലേക്ക് ഞാൻ വരുന്നത്. കാരണം ആ ഡോഗ് ഒന്ന് മാന്തിയപ്പോഴാണെങ്കിൽ കോട്ടൺ പോലെ ഞാൻ കണ്ടത്. ഓക്കെ, അങ്ങനെ അത് സെല്ലുലോസ് ആയത്. ഓക്കെ, പറ്റ ലൈറ്റാക്കി വന്നത്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ലേറ്റർ മിസ്റ്റർ Muruganandam, you discovered that the real need was for more efficient machinery. How did you understand this? അപ്പോൾ ലേറ്റർ ശേഷം മുരുകാനന്ദം നിങ്ങൾ കണ്ടെത്തി ദാറ്റ് നമുക്ക് പിന്നെ ആവശ്യം നല്ല എഫിഷ്യൻ്റായ മെഷീനറിയാണ്, കൂടുതൽ കോട്ടൺ ഈ പാഡുകൾ നിർമ്മിക്കാൻ. ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ്? എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ദ മെഷീൻസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് സാനിറ്ററി നാപ്കിൻസ് കോസ്റ്റ് ക്രോർസ് അറ്റ് ദാറ്റ് ടൈം. കോടികൾ വിലയുണ്ടായിരുന്നു നാപ്കിൻസ് ഉണ്ടാക്കുന്ന മെഷീനറിക്ക്. ഐ റിയലൈസ് ദാറ്റ് വിമൻ വുഡ് ഗെറ്റ് അഫോർഡബിൾ നാപ്കിൻസ് ഓൺലി ഇഫ് ദ മെഷീനറി ബിക്കെയിം ലെസ് എക്സ്പെൻസീവ്. അപ്പോൾ വലിയ എക്സ്പെൻസീവായ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നാപ്കിൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാപ്കിൻസിന് വില കൂടും. അതാണ് പോപ്പുലർ ബ്രാൻഡ് അങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ മെഷീനറിയുടെ വില കുറയണം. അങ്ങനെ ആകുമ്പോഴേ ഇവർക്ക് ഇൻഎക്സ്പെൻസീവ് വില കുറഞ്ഞ നാപ്കിൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഐ ദെൻ ബിഗാൻ ടു ഫോക്കസ് ഓൺ ഡിസൈനിങ് അഫോർഡബിൾ മെഷീൻസ്. അങ്ങനെ ഞാൻ അഫോർഡബിളായ വില കുറഞ്ഞ മെഷീൻസ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അത് ഞാൻ ഫോക്കസ് ചെയ്തു. എഗെയിൻ ബൈ ട്രയൽ ആൻഡ് എറർ നേരത്തെ പറഞ്ഞു, ശ്രമിക്കും പരാജയപ്പെടും. അങ്ങനെ ഉണ്ടാക്കി ഐ സക്സീഡഡ്, ഞാൻ വിജയിച്ചു. ഇൻ ഡിസൈനിങ് ആൻഡ് ബിൽഡിങ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് മെഷീൻസ്. താരതമ്യേന വില കുറഞ്ഞ, തീരെ വില എന്നല്ല, താരതമ്യേന വില കുറഞ്ഞ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻസ് ഞാൻ ഉണ്ടാക്കി. ദീസ് കുഡ് ബി ഓപ്പറേറ്റഡ് ബൈ പീപ്പിൾ വിത്തൗട്ട് മച്ച് ട്രെയിനിങ്. അധികം ട്രെയിനിങ് ഒന്നും കിട്ടാത്ത ആൾക്കാർക്ക് പോലും അത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഐ ഡിസൈൻഡ് 3 സെപ്പറേറ്റ് മെഷീൻസ് ഫോർ ദ ഡീഫൈബ്രേഷൻ, കംപ്രഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് ദ മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ ഇവർക്ക് പൾപ്പായി കിട്ടുന്ന ഈ പൈൻവുഡ് പൾപ്പ്, ഈ മെറ്റീരിയലിനെ ആദ്യം ഡീഫൈബ്രേഷനിലൂടെ എന്ത് ചെയ്യും? ഡീഫൈബ്രേഷൻ നേരത്തെ പറഞ്ഞു, ബ്രേക്കിംഗ് ഇൻ ടു സ്മോൾ ഫൈബ്രസ് കോമ്പണൻസ്, അല്ലേ? സ്മോൾ പീസാക്കുക, വളരെ നേർത്ത ഭാഗമാക്കും. പിന്നെ കംപ്രഷൻ, അത് സോഫ്റ്റ് ആക്കാനാണ്. പിന്നെ ഇത് കംപ്രസ് ചെയ്യും, വോളിയം റിഡ്യൂസ് ചെയ്ത് കുറച്ച് അതിങ്ങനെ കട്ടിയാക്കി ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഒരുമിച്ച് നിർത്തും. ആൻഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പം ക്ലീൻ ആക്കുക, അതുപോലെ തന്നെ ജെം ഫ്രീ. നമ്മൾ അതിങ്ങനെ ഓരോ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് മെഷീനറി എന്നല്ല ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ വല്ല ജെംസ് വരാനൊക്കെ അൺടൈഡി ആവാനും സാധ്യതയുണ്ട്. സോ അങ്ങനെ ജെം ഫ്രീ ആക്കുക, ടൈഡി ആക്കലാണ് സ്റ്റെറിലൈസേഷൻ. സോ ഡീഫൈബ്രേഷൻ, പിന്നെ വളരെ നേർപ്പിക്കുക, പിന്നെ കംപ്രസ് ചെയ്യുക, അമർത്തി അത് പിന്നെ നമ്മൾ കാണുന്ന രീതിയിലുള്ള വളരെ യൂസ്ഫുൾ ആവുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുക, കംപ്രസ് ചെയ്യുക. സ്റ്റെറിലൈസേഷൻ, അണുവിമുക്തമാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അയാൾ സാധിച്ചു എന്നാണ്. അതിന് പറ്റിയ മെഷീനറി അദ്ദേഹം ഉണ്ടാക്കി ഓഫ് ദ മെറ്റീരിയൽ. ദിസ് ടു ഈസ് റിസൾട്ട് ഓഫ് ട്രയൽ ആൻഡ് എറർ. അതൊക്കെ എന്താണ്? ട്രയൽ ആൻഡ് എററിലൂടെയാണ് സംഭവിച്ചത്. കുറേ പരാജയപ്പെട്ടു, വീണ്ടും ശ്രമിച്ചു, പിന്നെ കിട്ടി, അല്ലേ? ദി ഓൺലി മെത്തേഡ് ഐ ഡെവർ റെക്കമെൻഡ് ഫോർ ജെന്യുവിൻ ഇന്നോവേറ്റേഴ്സ്. കണ്ടോ, ജെന്യുവിൻ, യഥാർത്ഥ, അതാണ് ജെന്യുവിൻ എന്ന് പറഞ്ഞാൽ. ഇന്നോവേഷൻ. സോ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പുതിയതായിട്ട് കണ്ടുപിടിക്കുക, ഉണ്ടാക്കുക. സോ ഒരു കാര്യം പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരോട് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ ഉണ്ടാക്കി ശരിയായി പിന്നീട് പതുക്കെ അങ്ങോട്ട് നന്നാവും എന്നാണ് പറഞ്ഞത്.
ഇനി അടുത്ത ചോദ്യം. സർ, of course many MNCs would have made you handsome offers for your machines. Were you ever tempted to take any of these offers? MNC എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസ്, ഒരുപാട് നാഷണൽ കമ്പനീസ് എന്തായാലും ഹാൻസം ഓഫേഴ്സ് ഉറപ്പാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഹാൻസം ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല പൈസ ഓഫർ ചെയ്തിട്ടുണ്ടാവും. വെർ യു എവർ ടെംപ്റ്റഡ് എന്ന് അട്രാക്റ്റഡ് ടു ടേക്ക് എനി ഓഫ് ദീസ് ഓഫേഴ്സ്? ഈ വലിയ കമ്പനികളുടെ ഏതെങ്കിലും ഓഫറൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് തോന്നിയിരുന്നോ? ഇതാണ് ചോദ്യം. It took me 13 years to get a patent for my invention. പാറ്റൻറ്റ് കേട്ടോ. സോ പാറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എ ലീഗൽ റൈറ്റ് ടു ആൻ ഇൻവെൻഷൻ, കുത്തകാവകാശമാണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് അത് മാർക്കറ്റ് നമുക്ക് മാത്രമാണ് അതിൻ്റെ വിതരണാവകാശം, അതിൻ്റെ എല്ലാം ഉണ്ടാക്കാനും അത് വിൽക്കാനൊക്കെ ഉള്ള അവകാശം നമുക്കാണ്. സോ അതാണ് ലീഗൽ റൈറ്റാണ് പാറ്റൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ. സോ എൻ്റെ ഇൻവെൻഷൻ്റെ പാറ്റൻറ്റ് കിട്ടാൻ എനിക്ക് 13 വർഷം എടുത്തു എന്നാണ് പറഞ്ഞത്. ഇനിയോ അതിൻ്റെ കുത്തവകാശം കിട്ടാൻ, വെൻ ഐ ഗോട്ട് ദ പാറ്റൻറ്റ് ഐ പ്ലേസ് ഇറ്റ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. എനിക്കത് കിട്ടിയപ്പോൾ ഞാനത് പബ്ലിക് ഡൊമൈൻ, പൊതുസമൂഹത്തിലാണ് വെച്ചത്. ഫോർ എനി വൺ ഹു വാണ്ട് ടു യൂസ് ഇറ്റ്, ആർക്കും ഉപയോഗിക്കാൻ, ആർക്കും ലഭിക്കുന്ന രീതിയിൽ ഞാനത് വെച്ചു. ഐ സെൽ മൈ മെഷീൻസ് അറ്റ് എ സബ്സിഡൈസ്ഡ് പ്രൈസ് ടു വിമീൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. സബ്സിഡൈസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സബ്സിഡിയോടെ, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായം കിട്ടും. അപ്പം ഇത് വാങ്ങിക്കുന്ന ഈ മെഷീനൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പൈസ കുറച്ച്, അതിൻ്റെ യഥാർത്ഥ പൈസ കൊടുക്കണ്ട, കുറച്ച് കൊടുത്താൽ ഇതാണ് സബ്സിഡി എന്ന് പറഞ്ഞത് കേട്ടോ. പെയ്ഡ് ഫോർ പാർട്ട്ലി ബൈ ഗവൺമെൻറ് ഓർ എൻ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് സബ്സിഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഇയാൾ ഈ മെഷീനിൻ്റെ പാറ്റൻറ്റ് ഇയാൾക്ക് കിട്ടിയല്ലോ, മെഷീൻ്റെ പാറ്റൻറ്റ്. സോ ഇത് എന്താ പറയുക, പബ്ലിക് ഡൊമൈനിൽ വെച്ചു എന്നാണ് പറഞ്ഞത്. വലിയ വിലയ്ക്ക് ആൾ വിൽക്കുകയല്ല ചെയ്ത്, പബ്ലിക് ഡൊമൈനിൽ ആർക്കും ഇത് വാങ്ങാം കുറഞ്ഞ പൈസക്ക്, ഗവൺമെൻറ് സഹായമുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഈ വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അത് സ്ത്രീകളുടെ ഗ്രൂപ്പുകളുണ്ടാവും. ഒരു അതായത് നമുക്കറിയില്ലേ, സ്ത്രീകൾ ഒരുമിച്ച് നിന്ന് കുടി വ്യവസായം പോലെ പലതും ചെയ്യണം. അതേപോലെ സ്ത്രീകളുടെ ഗ്രൂപ്പുകൾക്കൊക്കെ എന്താണ്, അവർക്കത് ഭയങ്കര സഹായകരമായിരുന്നു. ഐ സെൽ മൈ മെഷീൻസ് സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. ഐ സെൽ മൈ മെഷീൻസ് അറ്റ് എ സബ്സിഡൈസ്ഡ് പ്രൈസ് ടു വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഇപ്പോൾ സ്ത്രീകളുടെ ഇങ്ങനത്തെ ഗ്രൂപ്പിലേക്ക് അത് ഞാൻ എത്തിച്ചു. മൈ പ്രോഫിറ്റ് മാർജിൻ, എൻ്റെ ലാഭവിഹിതം ഈസ് ബേസ്ഡ് ഓൺ നീഡ്, അത് നീഡിനനുസരിച്ചാണ്, നോട്ട് ഗ്രീഡ്. എന്ന് വെച്ചാൽ എനിക്ക് ലാഭം കൂടുതൽ കിട്ടുക എങ്ങനെയാണ്, ഒരുപാട് വിറ്റ് പോകുമ്പോഴാണ്. ആൾക്കാർ നീഡ് ആവശ്യത്തിനനുസരിച്ചാണ്. ഗ്രീഡ്, ആർത്തിയല്ല എൻ്റെ പിന്നിൽ. ഐ ബിലീവ് ദാറ്റ് ദ സക്സസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ലൈസ് നോട്ട് ഇൻ മേക്കിംഗ് മണി ബട്ട് ഇൻ അലോയിങ് അതേഴ്സ് ടു ബെനിഫിറ്റ്. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ്, സംരംഭകത്വം, ഒരു സംരംഭകത്വത്തിൻ്റെ ഒരു ബിസിനസ് എന്ത് കാര്യമാവട്ടെ, അതിൻ്റെ സക്സസ്, വിജയം എന്ന് പറയുന്നത് ലൈസ്, അത് ഉള്ളത്, അത് നിലനിൽക്കുന്നത് എന്തിലാണ്? ഈസ് നോട്ട് ഇൻ മേക്കിംഗ് മണി, പണം ഉണ്ടാക്കുന്നതിലല്ല, ബട്ട് ഇൻ അലോയിങ് അതേഴ്സ് ടു ബെനിഫിറ്റ്, മറ്റുള്ളവർക്ക് ബെനിഫിറ്റ്, ഉപകാരം കിട്ടുന്നതിലൂടെയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ കുറേ പൈസ ഉണ്ടാക്കിയില്ലിട്ട് എന്തല്ല, ഞാൻ നല്ലൊരു ഓൺട്രപ്രണറായി എന്നവിടെ മീനിങ് ഇല്ല, അർത്ഥമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. സർ, വൈ ഡു യു പ്രൊമോട്ട് വിമൻ ആൻഡ് വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സോ മച്ച്? നിങ്ങൾ എന്തുകൊണ്ടാണ് സ്ത്രീകളെയും സ്ത്രീകളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെയും ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നത്? ഇതിനുത്തരമായിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഗാന്ധിജി സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് വിമൻ കുഡ് ട്രാൻസ്ഫോം ഇന്ത്യ. ഗാന്ധിജി ശക്തമായി വിശ്വസിച്ചിരുന്നു സ്ത്രീകൾക്ക് ഇന്ത്യയെ മാറ്റാൻ, ട്രാൻസ്ഫോം ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്ന്. ഐ ഫോളോ ഗാന്ധിജീസ് വിസ്ഡം ആൻഡ് ഹിസ് പാത്ത്. വിസ്ഡം വിജ്ഞാനമാണ് കേട്ടോ, പാത്ത് വഴി. അദ്ദേഹത്തിൻ്റെ വഴിയെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തെയും ഞാൻ ഫോളോ ചെയ്യുന്നു. മൈ വിഷൻ ഈസ് ടു ജനറേറ്റ് 1 million ജോബ്സ് ഫോർ വിമൻ ഇൻ ഇന്ത്യ ആൻഡ് ടു പ്രൊമോട്ട് 100% ഹൈജീൻ ഇൻ ഹൗസ് ഹോൾഡ്. എന്താ പറഞ്ഞത്? എൻ്റെ വിഷൻ എന്ന് പറയുന്നത് 1 million ജോബ്സ്, 10 ലക്ഷം ജോലി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നൽകുക, അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യാം 100% ഹൈജീൻ ഇൻ ഹൗസ് ഹോൾഡ്സ്, വീടുകളിൽ 100% ഹൈജീന് പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹൗ ക്യാൻ ഐ ബെസ്റ്റ് ഡു ദാറ്റ്? അതെങ്ങനെ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും? ഐ യൂസ് ദ പവർ ഓഫ് വിമൻ ടു എംപവർ വിമൻ. ഒരു സ്ത്രീയെ ശക്തിപ്പെടുത്താൻ, എംപവർ ചെയ്യാൻ മറ്റൊരു സ്ത്രീക്കാണ് കഴിയുക. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയെ ഞാൻ എംപവർ ചെയ്യുന്നു. ഇൻ മൈ മിഷൻ, എൻ്റെ ഈ ഉദ്യമത്തിൽ 3 elements ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ്. 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അവെയർനെസ്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള അവെയർനെസ് ആണ്, ബോധമാണ്. അവൈലബിലിറ്റിയാണ്, ലഭ്യത. ആൻഡ് അഫോർഡബിലിറ്റി. അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞാൽ
ഒരു സാധനം, ഒരു കാര്യം അത് വാങ്ങിക്കാൻ നമുക്ക് കഴിയണ്ടേ, ആ ഒരു കാര്യമാണ് അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു വില കൊണ്ട് താങ്ങാൻ ഒക്കുക. അത് വിമൻ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി വിത്ത് വിമൻ. സ്ത്രീകൾക്ക് സ്ത്രീകളായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. ആൻഡ് ക്രിയേറ്റ് അവെയർനെസ് ഓൺ മെൻസ്ട്രൽ ഹൈജീൻ. സോ ഈ സമയത്ത്, അതായത് ഈ ആർത്തവത്തിൻ്റെ സമയത്ത് ഹൈജീൻ, വൃത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ അവെയർനെസ് നൽകാൻ, ബോധം നൽകാൻ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീക്ക് ബോധം നൽകാൻ സാധിക്കും. അതിന് സ്ത്രീകൾ തന്നെയാണ് നല്ല ഓപ്ഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യു ഹാവ് സെഡ് ദാറ്റ് യു പ്രിഫർ ടു യൂസ് ദ വേർഡ് ഡീറ്റെയിൽ റാദർ ദാൻ റീറ്റെയിൽ വെൻ യു മെൻഷൻ യുവർ പ്രോഡക്റ്റ്. കുഡ് യു എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ ദിസ്? നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഡീറ്റെയിൽ, വിശദാംശം എന്നുള്ള വേർഡാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഉപയോഗിക്കാൻ. റീറ്റെയിൽ എന്ന് പറഞ്ഞ ഒരു സാധനം ചില്ലറ കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞത്. സോ റീറ്റെയിൽ ആൻഡ് ഡീറ്റെയിൽ, ഇത് ഇംഗ്ലീഷ് പറയുമ്പോൾ നല്ല റൈമിംഗ് ഉണ്ട്, മലയാളത്തിൽ പറയുമ്പോൾ റൈമിംഗ് ഉണ്ടാവില്ല. ഒരു കാര്യത്തിൽ ഡീറ്റെയിൽസ് അറിയില്ലേ, വിശദാംശം. റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ വിൽപ്പന, അതായത് ചില്ലറ കച്ചവടമാണ്. സോ റീറ്റെയിൽ എന്ന വേർഡിനേക്കാളേറെ ഡീറ്റെയിൽ എന്നുള്ള വേർഡാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഉപയോഗിക്കാൻ. വെൻ യു മെൻഷൻ യുവർ പ്രോഡക്റ്റ്, നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? വാട്ട് യു മീൻ ബൈ ദാറ്റ്, ബൈ ദിസ്? മോർ ദാൻ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വിറ്റുവരവാണ്. ഓക്കെ, വിറ്റുവരവ്, അതായത് ഒരു ബിസിനസ്സിൽ നമ്മൾ നമ്മൾ എത്ര വിറ്റ് ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് വിറ്റ് അതിൻ്റെ പൈസ കിട്ടുന്നതാണ്. ലാഭമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഒരു പ്രോഡക്റ്റ് വിറ്റ ആ ഒരു എമൗണ്ടാണ്. ദ എമൗണ്ട് ഓഫ് ബിസിനസ് ദാറ്റ് എ കമ്പനി ഡസ് ഇൻ എ പീരിയഡ് ഓഫ് ടൈം. അപ്പം അത് മോർ ദാൻ ടേൺ ഓവർ ഐ ഫോക്കസ് ഓൺ ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റാണ്. അപ്പോൾ ഇഫക്റ്റിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേ സാധനം വിറ്റ് പോകുക എന്നുള്ളതല്ല, എത്രത്തോളം അത് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ഷുഡ് ബി ഇമ്പാക്റ്റ് ബേസ്ഡ്. അപ്പോൾ ഇയാൾ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിനെ അതിനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്നത് അതാണ്, ഒരു സോഷ്യൽ സർവീസ് ആണല്ലോ. ഒരു ഓൺട്രപ്രണർഷിപ്പ് വെറും പണം ഉണ്ടാക്കാൻ മാത്രമല്ല, അതിലൂടെ സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കുക എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് ഇമ്പാക്റ്റ് ബേസ്ഡ് ആണ്. എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. I ask the women's collectives to personally talk to every woman customer in detail about hygiene. ഇനി വിമൻസ് കളക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എ ഗ്രൂപ്പ് ഓഫ് വിമൻ ഹു കം ടുഗദർ ഫോർ എ ഷെയർഡ് പർപ്പസ്, വെദർ ഇറ്റ്സ് സോഷ്യൽ, ഇക്കണോമിക് ഓർ പൊളിറ്റിക്കൽ. അതായത് സ്ത്രീകളുടെ ഒരു കൂട്ടാണ്, ഒരു കൂട്ടായ്മ. അവർക്ക് ഒരു പൊതു താല്പര്യം ഉണ്ടാവും, സാമൂഹ്യമായിട്ടോ സാമ്പത്തികമായിട്ടോ രാഷ്ട്രപരമായിട്ടോ അവർക്കൊരു പൊതു താല്പര്യം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ത്രീകളുടെ കൂട്ടാണ് വിമൻസ് കളക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ സ്ത്രീകളുടെ ആ ഒരു ഗ്രൂപ്പ്, അവരോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്തിനെ? ടു പേഴ്സണലി ടോക്ക് ടു എവറി വുമൻ, ഓരോ സ്ത്രീകളോടും സംസാരിക്കാൻ. വുമൻ കസ്റ്റമർ, ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമറോട് സംസാരിക്കാൻ. ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഹൈജീൻ, വൃത്തിയുടെ ആവശ്യകതയെക്കുറിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ എയിം ഈസ് നോട്ട് ടു ഇൻക്രീസ് സെയിൽസ്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, അത് വേറെ സെൻറ്റൻസിൽ പറഞ്ഞത് മാത്രം. സെയിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ എയിം അതല്ല, മറിച്ച് ടു ഇൻക്രീസ് അവെയർനെസ് ആണ്. ബട്ട് ടു ഇൻക്രീസ് അവെയർനെസ്, പൊതുബോധം ഉണ്ടാക്കുക, അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വി ഹാവ് ക്രിയേറ്റഡ് 1,363 local brands and earned $750 million in revenue so far. ഞങ്ങൾ 1363 ലോക്കൽ ബ്രാൻഡ്സ് ഇതുവരെ നിർമ്മിച്ചു കഴിഞ്ഞു. ആൻഡ് ഏൺഡ് $750 million. ഓക്കെ, $1 billion 75% ഞങ്ങൾ നേടുകയും ചെയ്തു. ഇൻ റവന്യൂ സോഫാർ, വരുമാനമായിട്ട് ഇതുവരെ. ഡീറ്റെയിലിംഗ് ഇൻഫർമേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് അവെയർനെസ് ഈസ് എ ടഫ് തിങ് ടു ഡു. ഇൻഫർമേഷൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിലിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് എത്തിക്കുക എന്നുള്ളതും അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ടഫാണ്. I bow to all teachers as they spend their whole lives detailing things to pupils. Pupils എന്ന സ്റ്റുഡൻസ് ആണ്. കുട്ടികൾക്ക് വേണ്ടി അവരുടെ ജീവിതകാലം മുഴുവനും ഓരോ കാര്യത്തിനും ഡീറ്റെയിലിംഗ്, അത് വിശദമായിട്ട് പഠിപ്പിക്കാണല്ലോ ടീച്ചേഴ്സ് ചെയ്യുന്നത്.
സോ ഈ ടീച്ചേഴ്സിനെ അവരുടെ മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഞാൻ വണങ്ങുന്നു എന്നാണ്. ടീച്ചേഴ്സിനെ വണങ്ങുന്നു. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഇൻഫർമേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറഞ്ഞൊരാളെ മനസ്സിലാക്കുക, അവയർനെസ് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടീച്ചേഴ്സിനൊക്കെ സമ്മതിക്കണം ഈ കാര്യത്തിൽ എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് യു എവർ ഗെറ്റ് എനി സപ്പോർട്ട് ഫ്രം പോളിസി മേക്കേഴ്സ് ഓർ ഗവൺമെൻറ് ഏജൻസീസ് ഫോർ യുവർ പ്രോജക്റ്റ് സർ? സർ, നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും സപ്പോർട്ട് പോളിസി മേക്കേഴ്സിൻ്റെ അടുത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ ഏജൻസിൻ്റെ അടുത്തുനിന്നോ കിട്ടിയിട്ടുണ്ടോ? ക്യാൻ യു ടെൽ us ഹൗ ദ ഗവൺമെൻറ് സപ്പോർട്ടഡ് യുവർ എഫേർട്സ്? നിങ്ങളുടെ എഫേർട്സ്, ശ്രമങ്ങളെ ഗവൺമെൻറ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത് എന്ന് പറയാമോ? ഇതിൽ പറയാണ് IIT മദ്രാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇൻ മദ്രാസ്. ടെക്നിക്കൽ സ്റ്റഡീസിൽ ഹയർ ലെവൽ ക്വാളിഫിക്കേഷൻ ഏറ്റവും ക്വാളിറ്റിയിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് IIT മദ്രാസിലുള്ളത്. അതുപോലെ തന്നെ റിസർച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, ഈ മേഖലയിൽ റിസർച്ച് ചെയ്യുകയും ചെയ്യാം. സോ ആ IIT മദ്രാസ് ഓണേർഡ് മീ, എന്നെ ആദരിച്ചിട്ടുണ്ട്, വിത്ത് എ നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻസ് ഗ്രാസ് റൂട്ട്സ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് അവാർഡ്. സോ അവരെന്നെ നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻസ് ഗ്രാസ് റൂട്ട്സ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഏറ്റവും ബേസിക് ലെവല് ഉള്ള ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ്, അതാണല്ലോ ഇദ്ദേഹത്തിൻ്റെ. ആ ഒരു അവാർഡ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഐ റിസീവ്ഡ് ദ അവാർഡ് ഫ്രം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനത് റിസീവ് ചെയ്തത്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെലക്ടഡ് മീ ഫോർ ദ പത്മശ്രീ അവാർഡ് ഇൻ 2016. 2016 എനിക്കാണ് പത്മശ്രീ ഇന്ത്യൻ ഗവൺമെൻറ് നൽകിയത്. ദ ഇന്ത്യൻ പാർലമെൻറ്റ് ഡിസ്കസ്ഡ് ദ ഇഷ്യൂ ഓഫ് വിമൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അറ്റ് ഗ്രേറ്റ് ലെങ്ത് ആൻഡ് ദ ഗവൺമെൻറ് വെയ്വ്ഡ് GST ഓൺ സാനിറ്ററി നാപ്കിൻസ്. എന്താ പറഞ്ഞത്? ഇന്ത്യൻ പാർലമെൻറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇഷ്യൂസ് ഓഫ് വിമൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, സ്ത്രീകളുടെ ആരോഗ്യം, വൃത്തി. ഇത് ഇൻ ഗ്രേറ്റ് ലെങ്ത് ഒരുപാട് അവർ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഗവൺമെൻറ് വെയ്വ്ഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി, എക്സംപ്റ്റഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വെയ്വ്ഡ് GST ഓൺ സാനിറ്ററി നാപ്കിൻസ്. ഈ സാനിറ്ററി നാപ്കിൻസ് GST ചുമത്തുന്ന ഒഴിവാക്കി. കാരണം എന്താണ്? അങ്ങനെ ആകുമ്പം ഇയാളുടെ പ്രൊഡക്റ്റിന് കേട്ടോ കുറഞ്ഞ വിലക്ക്, മറ്റേന്ന് വെച്ചാൽ GST ഇതിൽ കൂട്ടുമ്പം ആ വില കൂടെ ഉപഭോക്താവ് നൽകേണ്ടി വരും. ഇപ്പോൾ ഒരു സ്ത്രീ ഈ നാപ്കിൻ വാങ്ങുന്ന സമയത്ത് ഇതിന് GST ഗവൺമെൻറ് കൂടെ അത് ചുമത്തിയാൽ അതിൻ്റെ പൈസ കൂടെ കൊടുക്കേണ്ടി വരും ഈ സ്ത്രീക്ക്. അപ്പോൾ വില കൂടുമല്ലോ. സോ അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. But what I consider the most important of all is that my family came back to me. ഇയാൾ ഉപേക്ഷിച്ച് പോയല്ലോ ഇയാളുടെ ഫാമിലി. അവസാനം ഇയാൾ നല്ല നിലയെത്തിയപ്പോൾ ഫാമിലി തിരികെ വന്നതാണ് പറഞ്ഞത്. ഓക്കെ, what message do you have specifically for the young innovators and social entrepreneurs of our nation? നമ്മുടെ രാഷ്ട്രത്തിലെ സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്, അത് ഇതുപോലത്തെ നിങ്ങളെപ്പോലെ മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന സംരംഭകത്വത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ, അതുപോലെ തന്നെ യങ് ഇന്നോവേറ്റേഴ്സ്, ഇവർക്ക് നിങ്ങൾക്ക് നൽകാനുള്ള മെസ്സേജ് എന്താണ്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു സ്റ്റുഡൻസിന് എന്ത് അഡ്വൈസാണ് നിങ്ങൾ നൽകുക? അല്ലെങ്കിൽ അത് പറയാം, എഡ്യൂക്കേഷൻ എംപവേഴ്സസ്, വിദ്യാഭ്യാസം നമ്മളെ ശക്തിപ്പെടുത്തുന്നു, എംപവർ ചെയ്യുന്നു. വി മസ്റ്റ് ഹൗവർ, നമ്മൾ എന്തായാലും ഓൾവേസ് ബെയർ ഇൻ മൈൻഡ്, മനസ്സിൽ ഉണ്ടാവണം എന്നാണ്, നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ബെയർ ഇൻ മൈൻഡ് മീൻസ് മനസ്സിലുണ്ടാവണം, കൺസിഡർ ചെയ്യണം. ദാറ്റ് വി ഡു നോട്ട് നീഡ് ടു ബെഗ് ഫോർ എ ജോബ് ആഫ്റ്റർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മളൊരു ജോലിക്ക് വേണ്ടി ബെഗ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതായത് യാചിച്ച് നടക്കരുത്. Try to find solutions on social problems and create jobs for yourselves and others. സോഷ്യൽ പ്രോബ്ലംസ്, ഓരോ സമൂഹത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ കണ്ടെത്തുക, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക, അതിലൂടെ ജോലി ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്കും മറ്റുള്ളവർക്കും. അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്. യു നീഡ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾക്ക് വിദ്യാഭ്യാസവും അറിവും ഉണ്ടായിരിക്കണം. കൺവേർട്ട് എവറി പ്രോബ്ലം ഇൻ ടു എൻ ഓപ്പർച്യൂണിറ്റി. കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പ്രോബ്ലവും അവസരമായി കണ്ട് അതിനെ കൺവേർട്ട് ചെയ്യണം, മാറ്റണം. കം ഔട്ട് വിത്ത് എ സൊല്യൂഷൻ, അതൊരു പരിഹാരമായി മുന്നോട്ട് വരിക. എൻ ഇൻവെൻഷൻ, എൻ ഇന്നൊവേഷൻ, എൻ എൻ്റർപ്രൈസ്. അപ്പോൾ എങ്ങനെയാണ്? കം ഔട്ട് വിത്ത് എ സൊല്യൂഷൻ, എൻ ഇൻവെൻഷൻ, എൻ ഇന്നൊവേഷൻ, എൻ എൻ്റർപ്രൈസ്. അപ്പോൾ സൊല്യൂഷനായിട്ട് ആദ്യം മുന്നോട്ട് വരിക, പിന്നെ ഒരു ഇൻവെൻറ്റ് ചെയ്യുക, ഒരു കാര്യം കണ്ടുപിടിക്കുക, സൊല്യൂഷനിൽ വേണ്ട കാര്യം നമ്മൾ കണ്ടുപിടിക്കുക. ഇന്നൊവേഷൻ ഉണ്ടാവണം, മറ്റുള്ളവർ ചെയ്യുന്ന പോലെയല്ല, പുതുമതിലുണ്ടാവണം. അതൊരു സംരംഭം ആയി മാറുകയും വേണം. എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ സംരംഭം ആവുകയും വേണം. ബിക്കം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്. നിങ്ങളെപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, സൊല്യൂഷൻസ് എന്താണ്, പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ, പരിഹാരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നവരായിരിക്കണം. ആൻഡ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സും ആയിരിക്കണം. ട്രാൻസ്ഫോം ദ വേൾഡ്, ലോകത്തെ മാറ്റും. താങ്ക് യു വെരി മച്ച് സർ. വി ആർ ഷുവർ
your life and your words of wisdom will indeed be an inspiration for generations to come. നന്ദി. വി ആർ ഷുവർ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇൻ്റർവ്യൂവർ ഇദ്ദേഹത്തോട് പറയാം, യുവർ ലൈഫ് ആൻഡ് യുവർ വേർഡ്സ്, നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ജീവിതവും ഓഫ് വിസ്ഡം, വിജ്ഞാനത്തിൻ്റെ വാക്കുകൾ, വിൽ ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബി ആൻ ഇൻസ്പിരേഷൻ, അത് ഒരു ഇൻസ്പിരേഷൻ ആയിരിക്കും, മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കും ഫോർ ജനറേഷൻസ് ടു കം, ഇനി വരാനുള്ള ജനറേഷന്. സോ ഈ ഒരു സ്റ്റോറി അല്ല, ഈ ഒരു ഇൻ്റർവ്യൂ അതുപോലെ തന്നെ സ്റ്റോറിയും ഇവിടെ അവസാനിക്കുന്നു, ഈ ഒരു ചാപ്റ്ററോടെ അവസാനിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.